പ്ലസ് വണ്ണില് നമ്മളൊരു ആൻസർ വെരിഫിക്കേഷൻ ആണ്. എല്ലാവരും മാത്സിന്റെ +1 സയൻസിലെ കുട്ടികൾ എക്സാം എഴുതിയിട്ടുണ്ടാവും. സോ ഇന്നത്തെ ആൻസർ വെരിഫിക്കേഷൻ ആണ്. അതേപോലെ തന്നെ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഓവറോൾ എങ്ങനെ ഉണ്ടായിരുന്നു, എല്ലാ കുട്ടികൾക്കും എങ്ങനെയാണ്, എനിക്ക് മാത്രമാണോ ഡിഫിക്കൽട്ടി, അല്ലെങ്കിൽ എനിക്ക് മാത്രമാണോ എളുപ്പം, അല്ലെങ്കിൽ ഓവറോൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ റേഞ്ച് എങ്ങനെയാണെന്നുള്ളത് മൊത്തം നമുക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. ഈ വീഡിയോ അവസാനമായിട്ട് കാണാം. നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യന്റെയും സൊല്യൂഷൻസ് വീഡിയോക്ക് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവില്ല, എല്ലാ ക്വസ്റ്റ്യൻസും അതിന്റെ സൊല്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ വളരെ പെട്ടെന്ന് നമുക്ക് പരിശോധിക്കാം. കാരണം നമ്മളിത് ഒരു എക്സാമിന് പഠിക്കുന്നതല്ല, കാരണം +1 കഴിഞ്ഞു, ഇനി ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതാണെങ്കിൽ മാത്രമേ ചാൻസ് ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യണം, ക്വസ്റ്റ്യന്റെ സൊല്യൂഷനിലോട്ട് നടക്കാം. എല്ലാവരും നോക്കാം. എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ എല്ലാവരും ക്വസ്റ്റ്യൻസ് എടുത്തു വെച്ചോ. ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ലടാ, ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, നിങ്ങൾ നോക്കിക്കോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിനായിട്ടുള്ള അനലൈസിസ് ലാസ്റ്റ് സാർ പറയും. എങ്ങനെ ഉണ്ടായിരുന്നു, എന്താണ് അവസ്ഥ എന്നുള്ളത് ലാസ്റ്റ് പറയാം. ഓവറോൾ കേരളത്തിലെ കുട്ടികൾക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ഈ വർഷം നേരിട്ടുണ്ടാവും, എത്രയൊക്കെ ഡിഫിക്കൽട്ടി ഉണ്ടാവും എന്നുള്ളത് ലാസ്റ്റ് പറയാം. നിങ്ങൾ സമാധാനമായിട്ട് എന്ത് ചെയ്യുക, ഫസ്റ്റ് സൊല്യൂഷൻസുകളൊക്കെ നോക്കാം കേട്ടാ. Okay, so first question നിങ്ങൾ നോക്കുക. Set A = 1 2 3 B = 1 4 then find the number of A cross B is എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ. നമുക്കറിയാം ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ എങ്ങനെ വരൂടാ. നമുക്ക് ജനറലി അറിയാം A cross B കാണുന്ന ക്വസ്റ്റ്യൻ നമുക്കറിയാം അല്ലേ. A cross B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പറയാം എന്താണ് 1 4 അല്ലേ. ഇതെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. 1 1 അതുപോലെ 1 4 ഒബ്വിയസ്ലി 2 1 2 4 നിങ്ങൾ എഴുതാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അങ്ങനെ എഴുതിയിട്ടുണ്ടാവും. സോ നിങ്ങൾ സിംപ്ലി നോക്കി കഴിഞ്ഞാൽ എന്നിൽ എത്ര നമ്പർ ഓഫ് എ 3 ഉള്ളത്, 3 എലമെന്റ്സ് ഉള്ളത്. നമ്പർ ഓഫ് ബി എത്ര എലമെന്റ്സ് ഉണ്ടാ, ബി കൗണ്ട് എത്ര എലമെന്റ്സ് ഉണ്ടാ, 2 എലമെന്റ്സ് ഉണ്ട്. സോ നമ്പർ ഓഫ് A cross B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലി നമുക്ക് എത്ര ഇടാ, N of A × N of B ആടാ. കുറെ പേർക്ക് പേടിയാവുന്നുണ്ടാവും ഇപ്പൊ തന്നെ അല്ലെ. 3 × 2 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രടാ, 6 ആണ്. സോ ഇതിന്റെ ആൻസർ വരുന്നത് എന്താടാ, 2/6 ആണ്. നമുക്ക് എന്ത് ചെയ്യടാ, ആൻസർ കീ ആയിട്ട് വരിക 2/6 ആണ്. ഇതിൽ ആൻസർ കീ നോക്കണ്ട കേട്ടോ, ഏതൊരു സ്റ്റുഡന്റ് ഇട്ടാണ്. 2/6 ആണ് നമുക്ക് എന്ത് ചെയ്യുക, ആൻസർ വരിക. കാരണം ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞത് A cross B കാണാനല്ല പറഞ്ഞിട്ടുള്ളത്. A cross B അല്ല, നമ്പർ ഓഫ് സബ്സെറ്റ് കാണാനാ പറഞ്ഞിട്ടുള്ളത്. നമ്പർ ഓഫ് സബ്സെറ്റ് കാണാനാണ് നമ്മളോട് എന്ത് ചെയ്തിട്ടുള്ളത്, ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. സോ നമ്പർ ഓഫ് സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താടാ, 2/n of A cross B എന്നാടാ. അപ്പൊ ഒന്ന് കറക്റ്റ് ആക്കാം. ആൻസർ എന്താടാ, 2/6 ആണ്. ചിലപ്പോൾ 2/5 എന്തെങ്കിലും മാറിപ്പോയി കാണാം. സോ ലീവ് ചെയ്യുക, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, പ്രശ്നമൊന്നുമല്ല എടാ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് ആൻസറിലോട്ട് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് കൃത്യമായിട്ടാ, ഇതൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വലിയ പ്രശ്നം ഉണ്ടായിരിക്കില്ല, ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് x/3 + 1 അല്ലെ. നമുക്കറിയാം 2 ഓർഡേർഡ് പേരുകൾ ഈക്വൽ ആണെങ്കിൽ അവരുടെ കറസ്പോണ്ടിങ് എലമെന്റ്സും എന്തായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടാ, ഈക്വൽ ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇതും ഈക്വൽ ആയിരിക്കും അല്ലെ. സോ x/3 + 1 ഈസ് ഈക്വൽ ടു എന്താടാ, -2/3 എന്ന് ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. -2/3 എടാ ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ. x × 1 എന്ന് പറഞ്ഞ x 3/3. so -2/3 3 cancelled. so x + 3 = -2. x ഇവിടെ നിർത്തി കഴിഞ്ഞാൽ +2 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ -3. x = എത്ര കിട്ടോടാ, -5. x ന്റെ ആൻസർ -5 ആണ്. ഓക്കെ, ഒബ്വിയസ്ലി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരിക്കും അതിന്റെ ആൻസർ, y പാർട്ട് അല്ലെ. y പാർട്ട് എന്താടാ, y - 2/3 = 2/3. സോ y ഇവിടെ നിർത്തി കഴിഞ്ഞാൽ 2/3 -2/3 അങ്ങോട്ട് പോലെ എന്താ 2/3 ഡിനോമിനേറ്റർ സെയിം. സോ ആൻസർ എത്ര വരാ, 4/3. അപ്പൊ എക്സിന്റെ ആയിട്ട് വാല്യൂ ഇതാണ്, x = -5 ആണ്, y = എന്താടാ 4/3 ആണ്. ആൻസർ കീ കറക്റ്റ് നോട്ട് ചെയ്യാം കേട്ടോ. സോ നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ കുറെ പേര് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. സോറി, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സബ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ cos x + y + cos x - y. കുറെ ആളുകൾക്ക് ഇത് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. സോ ബേസിക്കലി നിങ്ങൾ ഇത് എന്താ വെച്ചാൽ ഇത് പെട്ടെന്ന് ഇങ്ങനെ ഓർക്കാപ്പുറത്ത് വരുന്ന ക്വസ്റ്റ്യൻസുകളാണ് ഇതൊക്കെ. cos x + y + cos x - y എന്നാണ്. നിങ്ങൾ സിംപ്ലി cos x + y എന്താണെന്ന് എഴുതാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിരുന്നു. cos x + y എന്ന് പറഞ്ഞാൽ എന്താടാ, cos x × cos y പ്ലസ് ആണെങ്കിൽ ഉൾട്ട അവിടെ എന്താ സൈൻ എന്താ മൈനസ് ആവും. അതെപ്പോ ഓർത്താൽ മതി. സോ എന്ത് വരും, sin x × sin y പ്ലസ് ഇവിടെ സെയിം ഇക്വേഷൻ cos x × cos y. ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഇവിടെ പ്ലസ് ആവും, വേറെ മാറ്റൊന്നുമില്ല. sin x × sin y ഇവിടെ ആരെ ക്യാൻസൽ ആവും, -sin x ഉം +sin x sin y ക്യാൻസൽ ആവൂടാ. പിന്നെ എന്താ ഉണ്ടാവുക, പിന്നെ ഒരു cos x cos y, ഒരു cos x cos y. എത്ര ഉണ്ടാവൂടാ, 2 cos x cos y എന്നാണ് ആൻസർ കേട്ടാ. 2 ഈ കുട്ടി എഴുതിയത് നോക്കണ്ട, ഒരു കുട്ടിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സോ ആൻസർ എന്താടാ, 2 cos x cos y എന്നാണ് ആൻസർ കേട്ടാ. 2 cos x × cos y. ചില കുട്ടികൾ ആൻസർ ചെയ്യാതിരിക്കാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. പല സാധ്യതകളാണ് ഈ ക്വസ്റ്റ്യൻസുകൾ ചെയ്യുമ്പോൾ ഉള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ സബ് ക്വസ്റ്റ്യൻ നമ്പർ 2. പ്രൂവ് ദാറ്റ്. മിക്കവാറും ചില ആളുകൾ ചിലപ്പോൾ ഇത് മൊത്തത്തിൽ ഒഴിവാക്കിയിട്ടായിരിക്കും, കാരണം 1 മുതൽ 8 വരെ 6 എന്നല്ലേ ചെയ്യേണ്ടുള്ളൂ. ചിലപ്പോൾ അങ്ങനെ ഒഴിവാക്കിയ ആളുകൾ ഉണ്ടായിരിക്കാം. സോ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. cos 3 + y/4 + x
cos 3π/4 minus x. എടാ ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തിട്ടുള്ളത് ഇവിടെ cos x പകരം sin x ആണ് കേട്ടാ. പക്ഷേ ഈ ക്വസ്റ്റ്യൻ തെറ്റല്ല കേട്ടോ. ആദ്യമേ പറയാം, ഈ ക്വസ്റ്റ്യൻ തെറ്റല്ല. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൂടെ ചെയ്തപ്പോൾ ചില ആളുകളുടെ sin x ആവും, ഇവിടെ പ്ലസിന് പകരം മൈനസ് ആയിട്ടാവും പഠിച്ചിട്ടുണ്ടാവുക. മനസ്സിലല്ലേ? അല്ലാണ്ട് ഈ ക്വസ്റ്റ്യൻ റോങ് അല്ല, കറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന് കറക്റ്റ് സൊല്യൂഷൻ ഉണ്ട്, കറക്റ്റ് ആൻസറിൽ എത്തും കേട്ടോ. നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ ഒന്ന് നോക്കി നോക്കാം. ഓക്കെ എടാ, ഫസ്റ്റ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം cos x plus cos y ആണ്. അപ്പൊ ഞാൻ ഇതിന്റെ ആൻസർ കാണിക്കാം. ചില ആളുകൾക്ക് ഈ ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ വേണമെന്നുണ്ടാവും. സോ ഇത് എക്സും ഇത് y ആയിട്ടാണ് എടുക്കാം. അപ്പൊ നിങ്ങൾ നോക്കുക, cos x plus cos y. cos x plus cos y യുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? 2 cos. എല്ലാവരും ഒന്ന് എഴുതി നോക്കടാ. 2 cos. ഇനി എക്സിന്റെ സ്ഥാനത്ത് എക്സ് എന്താ? സിമ്പിൾ ആണ് സംഭവം കേട്ടോ. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഇത് സിമ്പിൾ ആണ് കേട്ടോ. ഇത് നമ്മള് cos x plus cos y. y യുടെ സ്ഥാനത്ത് എന്താടാ? 3π/4 minus x. ഓക്കെ, by 2 അല്ലേ? by 2. ഇനി again cos എന്ത് വരോടാ? into cos. സെയിം ആൻസർ 3π/4 plus x minus again രണ്ട് ടേം ഉണ്ടടാ. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കുറെ പേര് തെറ്റിക്കുന്നതാണ്. അവിടെ ഒരു ബ്രാക്കറ്റ് അഡീഷണൽ ഇട്ട് കൊടുക്കണം. അത്രയും ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളൂ. by 2. സിംപ്ലിഫൈ ചെയ്യാം. by 2 ഉപയോഗിക്കാൻ പറ്റും. സോ സിംപ്ലിഫൈ ചെയ്യാം. 2 cos നോക്കി നോക്കടാ. പ്ലസ് എക്സ് മൈനസ് എക്സ് ക്യാൻസൽഡ് ആടാ. ഒരു 3/4 പ്ലസ് ഒരു 3/4 എന്താടാ? 2 3/4/2 ഇൻറ്റു കോസ്. എടാ കോസ്. ഓക്കെ, ഇവിടെ ഈ മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എന്താണ് ആക്ച്വലി സംഭവിക്കുക? മൈനസ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ആണ്. അപ്പോൾ പ്ലസ് എക്സ് മൈനസ് എക്സ് ക്യാൻസൽഡ് ആവും അല്ലെ? ഓൾറെഡി തമ്മിൽ നമ്മൾ വാല്യൂ മൈനസ് എക്സ് ആണ് അല്ലെ? എടാ ഇവിടെ മൈനസ് എക്സ് ആയിരുന്നു, മൈനസ് എക്സ് ആണ് സാർ ഇവിടെ എഴുതിയപ്പോ ചെറിയൊരു അല്ലെ? ഓക്കെ, 3π/4 മൈനസ് എക്സ് ഇപ്പൊ കറക്റ്റ് ആയില്ലേ? ഓക്കെ എടാ, അപ്പൊ മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത മൈനസ് 3π/4 മൈനസ് 3π/4 ക്യാൻസൽ അവിടെ എക്സും മൈനസ് ഇൻറ്റു മൈനസ് എന്താണ്? പ്ലസ് ആണ്. അപ്പൊ നമുക്കിവിടെ കിട്ടുക 2x ആണ് കേട്ടോ. ഞാൻ കൂടുതൽ ഡീറ്റെയിലോട്ട് പോകുന്നത് നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കലേ വേണ്ടുള്ളൂ. സോ 2 ക്യാൻസൽഡ് ആടാ. അപ്പൊ നമുക്ക് അതേപോലെ ഈ 2 ക്യാൻസൽ ആടാ. അപ്പൊ ആൻസർ എന്ത് കിട്ടുക? 2 cos 3π/4 ഇൻറ്റു എന്ത് കിട്ടൂടാ? ഇൻറ്റു cos x കിട്ടും. ഇൻറ്റു cos x. ഈ ആൻസർ വരെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും മിക്കവാറും. ഇനി ഇവിടുന്നാണ് കുറെ പേര് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉള്ളത്. ഇവിടെ നമുക്ക് ആ ആൻസറിലോട്ട് എത്തണ്ടേ? ഈ ആൻസറിലോട്ട് എത്തേണ്ടതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണടാ? ഈ കോസിനെ 3π/4 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയണം π മൈനസ് π/4 ആണ്. കാരണം ഒന്നുമില്ലടാ, π മൈനസ് π/4 നിങ്ങൾ ചെയ്തു നോക്കേ. ഇതുപോലെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഉണ്ടാ. ഞാനിപ്പോ അതിൽക്കൊന്നും പോകുന്നില്ല. π മൈനസ് π/4 നിങ്ങൾ ചെയ്താ 4 × π 4π മൈനസ് π/4 അല്ലേ? അപ്പൊ ആൻസർ എന്താ? 4π ഒരു π പോയി കഴിഞ്ഞാൽ എത്രടാ? 3π/4 ആണ്. അപ്പൊ 3π/4 നമുക്ക് എന്ത് എഴുതാം? π മൈനസ് π/4 എഴുതാം. ഇനി cos π മൈനസ് എക്സ് നമുക്ക് അറിയണടാ. cos π മൈനസ് എക്സ് ഇതിനെ പറ്റിയിട്ട് നമുക്ക് അറിയണം. cos π മൈനസ് എക്സ് ഓൾ സിൽവർ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് കോസ് വരിക. പൈ വന്ന ആൻസർ കോസ് തന്നെയാണ് വരാറ് അല്ലെ? ഓൾ സിൽവർ സൈനും എന്താ പറയാ, സൈനും കൊസീക്കും ആണ് എന്ത് ചെയ്യുന്നത്? പോസിറ്റീവ്, ബാക്കിയുള്ളതൊക്കെ നെഗറ്റീവ് ആണ്. സോ അവിടെ മൈനസ് ആ വരിക, മൈനസ് കോസ് എക്സ് ആണ് വരിക. അപ്പൊ മൈനസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിലെ എക്സ് പാർട്ട്. അപ്പൊ എന്ത് വരടാ? 2 cos മൈനസ് 2 cos π/4 വരുവാടാ. ഇൻറ്റു എന്തുണ്ടാ അവിടെ? cos x ഉണ്ട്. ഇനി cos π/4ന്റെ വാല്യൂ നമുക്ക് അറിയാടാ. എന്താണ്? 1/√2 ആണ് അല്ലെ? 1/√2. അപ്പൊ ഫൈനലി ആൻസർ എന്ത് വരടാ? -2 ഇൻറ്റു 1/√2 ഇൻറ്റു എന്ത് വരടാ? cos x വരും. 2 ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ എന്ത് ചെയ്യാം? √2 ഇൻറ്റു √2 അല്ലെ? √2/√2 ആണ് എന്താണ് അല്ലെ? അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. 2നെ √2 ഇൻറ്റു √2 എന്നെഴുതാം അല്ലെ? ഈ √2 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ എന്ത് കിട്ടൂടാ? -√2 cos x. ആൻസർ റോങ് അല്ല. ആൻസർ ക്വസ്റ്റ്യൻ കറക്റ്റ് ആണ്. ചില ആളുകൾ മൈനസ് കണ്ടപ്പോൾ ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി എന്നൊക്കെ വിചാരിക്കും. ഇല്ല, കറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റ് ബുക്കിലുള്ള ഇവിടെ പ്ലസ് ഇവിടെ മൈനസ് ഉണ്ടാവില്ല. അങ്ങനെ ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. സോ എന്തായാലും കറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു എക്സാമിന് വന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3 പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 3 ഇടതൊക്കെ ഡിലീറ്റ് ചെയ്യുന്നേ. ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കി നോക്കുക. സോൾവ് ഇനീക്വാലിറ്റി. എല്ലാവരും ബുദ്ധിമുട്ടിച്ച ഇനീക്വാലിറ്റിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. കുറെ പേർക്ക് പ്രശ്നമായിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. കാരണം ഞാൻ 12 വർഷമായി ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് ചില ആൾക്കെങ്കിലും ഇതൊക്കെ ക്വസ്റ്റ്യൻ ടഫ് ആയിട്ടുണ്ടാവും. നമ്മളെല്ലാവരും പഠിച്ചു പോയിട്ടുണ്ടാവും. ഒരു ലൈനിലോ ഈ രണ്ടെണ്ണം അറ്റ്ലീസ്റ്റ് ഒക്കെ പഠിച്ചു പോയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ വിഷമം. ഞാൻ 11 വർഷമായി മാത്സ് എടുക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് എനിക്ക് അറിയാൻ പറ്റും അതിന്റെ ഒരു പൾസ്. സോ ഇത് ആക്ച്വലി വലിയ ടഫുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നില്ല, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. നിങ്ങൾ നേരെ LCM പഠിച്ചാൽ മതിയായിരുന്നു. അപ്പോ അങ്ങനെ ചില ആളുകൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ by 1 ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിനോമിനേറ്ററിലെ ഏറ്റവും വലിയ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ ആരുമല്ല, 3 എടുത്തിട്ട് കാര്യമില്ല. അപ്പൊ നമ്മുടെ LCM കോൺസെപ്റ്റ് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം അല്ലെ? എല്ലാത്തിനും നമുക്ക് 6 ആക്കാം എന്നുള്ള കോൺസെപ്റ്റിലോട്ട് കൊണ്ടുപോകാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഡിനോമിനേറ്ററിലെ നമ്പേഴ്സ് ഒക്കെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1 × 2 × 3 എത്രയാണ്? 6 ആണ്. അങ്ങനെ നമുക്ക് കിട്ടും. അപ്പൊ നമ്മളെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 6 ആക്കുക എന്നുള്ളത് അജണ്ടയാണ്. ഒന്നുകിൽ അങ്ങനെ
ഒരു മെത്തേഡ് LCM. ഇനി LCM ബുദ്ധിമുട്ടുള്ള ആൾക്ക് വേറൊരു മെത്തേഡ്, എക്സിനെ കംപ്ലീറ്റ് പുറത്തെടുക്കാം. എക്സിനെ പുറത്തെടുത്താൽ എന്ത് കിട്ടും? 1 പ്ലസ് എന്ത് കിട്ടൂടാ, ഇവിടുന്ന് എങ്ങോട്ടൊക്കെ എക്സ് പോയാ 1/2 പ്ലസ് 1/3. ഓക്കെ, 10x/6 ഇങ്ങനെ കിട്ടും. ഓക്കെ, പിന്നെ വീണ്ടും ഇവിടെ LC എന്തായാലും കാണേണ്ടി വരും. LC കാണാൻ നിർവാഹമില്ല. ഡിനോമിനേറ്ററിൽ ഏറ്റവും വലിയ നമ്പർ 2 3 എടുത്തിട്ട് കാര്യമില്ല. കാരണം 3 എടുത്തിട്ട് കാര്യമില്ല, കാരണം 2നെ 3 ആക്കാൻ ബുദ്ധിമുട്ടാണ്. 3നെ 1 കൊണ്ട് പറ്റുന്നത്. അപ്പൊ ഇവിടെ കോമൺ നമ്പർ വരെ 6 ആണ്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ ചെയ്യേണ്ട മെത്തേഡ് ഇതാണ്. അങ്ങനെ ആയിരുന്നു. അതായത് ഇവിടെ 6 കൊണ്ട് ഗുണിക്കുക, അപ്പൊ 6 ആവും. 2 എന്ത് ചെയ്യാം, 6 ആക്കാൻ വേണ്ടി 3 കൊണ്ട് ഗുണിക്കുക. ഇവിടെ മാക്സിൽ എന്ത് ചെയ്യുക, 2 കൊണ്ട് ഗുണിക്കുക. അപ്പൊ നിങ്ങൾ നോക്കിയാൽ വെള്ള കളറിലല്ലേ ഞാൻ അഡീഷണൽ കൊടുത്തിട്ടുള്ളത് ഡിനോമിനേറ്ററിൽ. ഈ നമ്പറുകളല്ലേ അഡീഷണൽ കൊടുത്തിട്ടുള്ളത്. ആ നമ്പറുകൾ എവിടെയും കൊടുക്കണം, ന്യൂമറേറ്ററിലും കൊടുക്കണം അല്ലെ, ന്യൂമറേറ്ററിലും കൊടുക്കണം, ഇവിടെയും കൊടുക്കണം. അപ്പോഴല്ലേ കറക്റ്റ് ആവുള്ളൂ. ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 3 ആണ് കൊടുക്കേണ്ടത് കേട്ടോ. ഇവിടെ 2 കൊടുത്താൽ ഇവിടെ 2 ആണ് കൊടുക്കേണ്ടത്. ഇവിടെ 6 കൊടുത്താൽ ഇവിടെ 6 ആണ് കൊടുക്കേണ്ടത്. ഞാൻ എഴുതിയത് തെറ്റാണ്. ഓക്കെ, സോ ആൻസർ എന്ത് വരടാ, 1 × 6 6 ആടാ, 3 ആടാ, 2 ആടാ. എല്ലാത്തിനും ഡിനോമിനേറ്റർ ഇപ്പൊ എന്താണ്, എല്ലാത്തിനും ഡിനോമിനേറ്റർ എന്താടാ, 6 ആണ് അല്ലെ. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 10 × 6 60 ആണ്, പ്ലസ് എക്സ് ആണ് ബൈ 6 ആണ്. സോ ഒബ്വിയസ്ലി എക്സ് ഇൻറ്റു ന്യൂമറേറ്റർ കൂട്ടി എഴുതി കഴിഞ്ഞാൽ 6 + 3 + 2 ഡിനോമിനേറ്റർ സെയിം ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 + x/6. സോ 6 ക്യാൻസൽഡ്. സോ വി ഗെറ്റ് എന്ത് കിട്ടൂടാ, ഇതൊക്കെ പാടെ കൂട്ടുക. 6 3 9 10 11. സോ 11x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 + x കിട്ടും. ഓക്കെ, ഇനി ഈ എക്സിനെ ക്യാൻസൽ ചെയ്യാൻ നമുക്ക് അഡീഷണൽ എന്ത് തട്ടി കൊടുത്താൽ മതി, മാത്സിന്റെ റൂളാണ്. ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ ഒരു -x ഇട്ടെടുത്താൽ ഇവിടെ ഒരു -x ഇട്ട് കൊടുക്കുക. അപ്പൊ x ക്യാൻസൽ ആയി. 11x പോയി കഴിഞ്ഞാൽ എത്ര കിട്ടടാ, 10x ലെസ് ദാൻ ഓർ ഈക്വൽ എന്ത് കിട്ടൂടാ, 60 കിട്ടും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവും. x ലെസ് ദാൻ ഓർ ഈക്വൽ എന്താ, 60/10 എന്തെങ്കിലും എഴുതി വെച്ചാൽ കട്ടാൻ അടിച്ചു കഴിഞ്ഞാൽ x ലെസ് ദാൻ ഓർ ഈക്വൽ എത്ര കിട്ടൂടാ, 6 കിട്ടും. ഇവിടെ എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് ഐഡിയ കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരിക്കും. സോ 6 ഇതിന്റെ ഗ്രാഫ് എങ്ങനെ വരക്കാം, 6നെ കാട്ടി താഴെ, 6 6നെ കാട്ടി താഴെ എന്ന് പറഞ്ഞാൽ നമ്പർ ലൈൻ നിങ്ങൾ വരക്കാം. സെന്റർ 0 1 2 3 ഇതാണ് നമ്പർ ലൈൻ അല്ലെ, -1 -2 -3. സോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 6ഉം, അപ്പൊ 4 5 6 6 ഉൾപ്പെടുത്തിയാലേ 6 വരക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഡാർക്ക് ആയിട്ട് എന്ത് ചെയ്യുക, 6 വരക്കാം അല്ലെ. 6 നേരെ 6നെ കാട്ടി ചെറുത്. മനസ്സിലായോ എന്താ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്, 6നെ കാട്ടി ചെറിയ വാല്യൂ 6ഉം ഇവിടുന്നാണ് മാർക്ക് ചെയ്യേണ്ടത്. 6 മാർക്ക് ചെയ്യേണ്ടത്. ഈക്വൽ ടു ഉള്ളതുകൊണ്ട് 6 വട്ടിടണം, ഷെയ്ഡ് ചെയ്യണം, 6 ബബിൾ ചെയ്യണം. കാരണം എന്താണ്, ഇവിടെ ഈക്വൽ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇത് -∞ ആണ്, ഇത് +∞ ആണെന്നൊക്കെ അങ്ങോട്ടൊക്കെ അറിയാം. ഏകദേശം നിങ്ങൾ മാർക്ക് ചെയ്ത് കാണാം. ഇതേപോലെ ഇതിന്റെ വെണ്ണ കാണിക്കണം നിർബന്ധമാണ്. അതായത് എങ്ങനെ കാണിക്കണം വെച്ചാൽ x belongs to Z ഡയഗ്രാം കാണിക്കണം. 6 കാട്ടി താഴെ. സോ 6 കാട്ടി താഴെ. ഇവിടെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണ്, ഈ ഭാഗത്ത് ഓപ്പൺ ബ്രാക്കറ്റ് ആണ്. സോ ഇതാണ് കൃത്യമായിട്ടുള്ള ആൻസർ. നിങ്ങൾ എല്ലാവരും ആൻസർ എഴുതി എന്താണെന്ന് എനിക്കറിയില്ല. ചില ആളുകൾക്ക് എന്തായാലും ആൻസർ എഴുതി കാണണം കേട്ടോ. ഓക്കെ, എല്ലാവരും ആൻസർ കീ നോക്കുക. സോ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഞാൻ റൈസ് ചെയ്യുന്നത് വേണ്ടവർക്ക് ബാക്ക് അടിച്ച് വീണ്ടും കണ്ടാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏടാ, 4ാമത്തെ ക്വസ്റ്റ്യൻ. NCR ഈക്വൽ ടു, വളരെ ക്വസ്റ്റ്യൻ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും തന്നിരുന്നു. NCR ഈക്വൽ ടു അല്ലെ, പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ അഡീഷണൽ എന്ത് വരും, R ഫാക്ടോറിയൽ വരും അല്ലെ. N ഫാക്ടോറിയൽ × R ഫാക്ടോറിയൽ ബൈ R ഫാക്ടോറിയൽ × N - R ഫാക്ടോറിയൽ. എല്ലാവരും എഴുതി കാണണം, മിക്കവാറും വിചാരിക്കുന്ന എല്ലാ കുട്ടികളും എഴുതി കാണണം വിചാരിക്കുന്നു. മക്കളെ അടുത്തത് സബ് ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കണം മക്കളെ. ഇൻ ഹൗ മെനി വേ കമ്മിറ്റി കൺസിസ്റ്റിംഗ് ഓഫ് 3 men and 2 women, how many way committee consisting 3 men and 2 women can be chosen from എത്ര ആളുകളിൽ നിന്ന്, എടാ 7 മെന്നും 5 വുമണിൽ നിന്നും, 7 മെന്നും 5 വുമണിൽ നിന്നും. അപ്പൊ നിങ്ങൾ നോക്കി നോക്കുക, ടോട്ടൽ NCR അല്ലെ, NCR ആണ് നമ്മൾ എപ്പോഴും ഇവിടെ അപ്ലൈ ചെയ്യുന്ന കോൺസെപ്റ്റ്. അപ്പൊ R എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ എന്താ ടോട്ടൽ അല്ലെ, നമുക്ക് ഇവിടെ ടോട്ടൽ N ആണ്. സോ N എന്ന് പറഞ്ഞ മെന്നിന്റെ കേസിൽ 7C എത്രണ്ണം വെച്ചിട്ട് എടുക്കുന്നത് കൃത്യമായിട്ട് പറയും. ഹൗ മെനി വേ കമ്മിറ്റി 3 men അല്ലെ, 7ൽ നിന്നും 3 men ആൻഡ് അടുത്തത് വുമൺ എത്ര എണ്ണ, 5 അല്ലെ. ടോട്ടൽ 5 എണ്ണുള്ളത്, അതിൽ നിന്ന് എത്ര എണ്ണം എടുക്കുന്നത്, 2 വുമൺ ആണ്. സോ ഇത് സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുള്ളൂ. ദാറ്റ് ഈസ് 7C3 × 5C2 ആയിരുന്നു ആൻസർ വരുന്നത്. 35 ആണ് ഇത് കിട്ടുക, ഇത് 10 ആണ് കിട്ടുക അല്ലെ. 35 ഇത് ഷോർട്ട് കട്ട് ഒക്കെ ഉണ്ട്. 7C3 കാണാൻ ബാക്കിലോട്ട് 7 × 6 × 5 അടിക്കുക, 1 × 2 × 3 ചെയ്താലും മതി. അല്ലെങ്കിൽ NCRന്റെ ഫോർമുല ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, 5 × 4/1 × 2 വർക്ക്ഔട്ട് ചെയ്താൽ മതി. കട്ട ആക്കി കഴിഞ്ഞാൽ 2 × 3 6, 7 5 35, 2 4 2 2 എത്രടാ 10, 10 × 35 എത്രടാ 350 ആണ് ഇതിന്റെ ആൻസർ വന്നിരുന്നത്. കറക്റ്റ് ആൻസർ 350 ആണ്. എത്ര പേര് ചെയ്തോന്ന് അറിയില്ല. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5. Sum of all coefficient in binomial expansion of 1 plus x all raised to n is എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നടാ. എത്ര പേര് എഴുതിയെന്ന് അറിയില്ല. ഇതിന്റെ ആൻസർ 2n ആണ് ആൻസർ. ഇതിന്റെ ആൻസർ 2n ആണ്. ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. 2n എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടിയേനെ. ഓക്കെ,
നെക്സ്റ്റ് യൂസിംഗ് ബൈനോമിയൽ തിയറം എക്സ്പാൻഡ് എക്സ് ബൈ 3 പ്ലസ് 3/x. ഇത് ഒരുപാട് പേര് ആൻസർ ചെയ്ത് കാണണം, കാരണം എല്ലാവരും ഇത് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. എല്ലാവരും എക്സാമിന് എക്സ്പാൻഷൻ പഠിച്ച് കാണണം എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം a പ്ലസ് ബി ഓൾ പവർ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പറയാം NC0 അല്ലെ, a റേസ് ടു അല്ലെ, എല്ലാ ആളുകളും ഈ ഫോർമുല എഴുതിയിട്ടില്ലേ, NC0 a റേസ് ടു n പ്ലസ് NC1 a റേസ് ടു n മൈനസ് 1 ഇൻറ്റു ബി പിന്നെ സ്റ്റാർട്ട് ആവും അല്ലെ, NC2 a റേസ് ടു n മൈനസ് 2 ബി സ്ക്വയർ സ്റ്റാർട്ട് ആവും എക്സെട്ര എക്സെട്ര പ്ലസ് NCn ഇൻറ്റു ബി റേസ് ടു n. എല്ലാവരും പഠിച്ച് കാണണം. ഓക്കെ, സോ ഇതിൽ എയും ബിയും കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. a ഈക്വൽ ടു എന്താടാ, കൃത്യമായിട്ട് x/3 ആടാ, b ഈക്വൽ ടു അതുപോലെ എന്താടാ 3/x ആണ്. പല ആളുകളും ഇതേ സെയിം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് കാണണം. ഇതേ മോഡൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, സെയിം ക്വസ്റ്റ്യൻ ചെയ്തോളണമെന്നില്ല. കാരണം ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ അടിച്ചു പറക്കുകയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കാണാൻ ചാൻസ് ഇല്ല. പക്ഷെ ഇതിന്റെ മോഡൽ ഉണ്ട്, ഇതേ സെയിം ക്വസ്റ്റ്യൻ കാണാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ചില ആളുകൾ നേരിട്ടുണ്ടാവും. ആദ്യമായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ കാണുന്നത് പോലെ കണ്ട ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്ത് എല്ലാവർക്കും കിട്ടേണ്ടതാണ് ഈ ക്വസ്റ്റ്യൻ കേട്ടോ. സോ NC0 ഇവിടെ n എത്രയാണ്? അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ, x/3 പ്ലസ് 3/x. തല തിരിഞ്ഞിട്ടൊന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നമ്മളെ തല തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണോ എന്ന് പറയാൻ ഇതിരിക്കാൻ വയ്യ. x/3 പ്ലസ് 3/x ഹോൾ പവർ 4. പക്ഷെ വലിയൊരു ടഫുള്ള ക്വസ്റ്റ്യൻ അല്ല എന്തായാലും കേട്ടാ. സോ ആൻസർ എന്ത് വരൂടാ, 4C0. a എന്താടാ, x/3 ഓൾ റേസ് ടു 4 പ്ലസ് NC1 എന്ന് പറഞ്ഞാൽ 4C1. a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താടാ, x/3 ഓൾ റേസ് ടു 4 മൈനസ് 1 ദാറ്റ് ഈസ് 3 വരുവാടാ. b എന്താടാ 3/x പ്ലസ് ഇങ്ങനെ എക്സെട്ര എക്സെട്ര അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഈ വാല്യൂ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും എങ്ങനത്തെ വരെ, 4C2 x/3 ഓൾ റേസ് ടു 4 മൈനസ് 2 ഇൻറ്റു ബി സ്ക്വയർ 3/x ഓൾ സ്ക്വയർ പ്ലസ് 4C3 x/3 all raised to 4 minus 3 into 3/x all raised to 3 plus finally 4C4 ഇവിടെ എത്തുമ്പോൾ നിർത്തണമെന്ന 4C4 x/3 all raised to 4 minus 4 into 3/x all raised to 4. ഇതാണ് എൻഡിങ്. 4C4 എത്തിക്കഴിഞ്ഞാൽ എൻഡ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ ജസ്റ്റ് ഒന്നും ചെയ്യണ്ട, പിന്നെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. 4 എന്ന് പറഞ്ഞാൽ 1 ആണ്, എല്ലാവർക്കും അറിയാം. x raised to 4 by 3 raised to 4 plus 4C1 എത്രയാടാ 4 ആണ്. ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്ത് പോവാ. ഇത് NCR കാൽക്കുലേറ്ററിൽ കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. സോ x raised to 3 by 3 cube into 3/x. ഇനി കട്ട വെട്ടാക്കിയിട്ട് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഏറെക്കുറെ എല്ലാ ആളുകൾക്കും ഇതിന്റെ ഒരു ആൻസർ വരേണ്ടതാണ്. ഇത് അത്ര ടഫുള്ള ക്വസ്റ്റ്യൻ അല്ല, കാരണം ഇതേ മോഡലിൽ എല്ലാ കുട്ടികളും പ്രാക്ടീസ് ചെയ്ത് കാണണം. ഓക്കെ, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. സാർ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല, നമുക്ക് ഒരുപാട് സമയം വേസ്റ്റ് ആവും കേട്ടോ. ഏകദേശം നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റി കാണണം. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ലൈനുമാണ്. ഒരു പോയിന്റ് ലൈനിൽ നൽകുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് കാണണം. ഫ്രം ഒറിജിൻ എന്ന് പറഞ്ഞാൽ 0 ആടാ. വീഡിയോ വലിയ ലോങ് ആയി പോകും. കംപ്ലീറ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു പോവാം. ഫൈൻഡ് ദി കോർഡിനേറ്റ് ഓഫ് ഫോക്കസ് ഇക്വേഷൻ ഡയറക്ട്രിക്സ് ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം ഓഫ് ദി പരാബോള x² ഈക്വൽ ടു y. എടാ ഈ ക്വസ്റ്റ്യൻ കുറെ ആൾക്കാര് പ്രതീക്ഷിക്കുന്നത് നമ്മൾ അങ്ങനെയല്ലപ്പ ക്വസ്റ്റ്യൻ അല്ലെ. കുറെ പേര് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് കണ്ടപ്പോൾ പരാബോളനെ കുറിച്ചിട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എനിക്ക് തോന്നുന്നു കേട്ടോ. പരാബോള എല്ലാവരും സർക്കിളോ എലിപ്സോ ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും. പരാബോള അത്ര ടഫ് ഉള്ളതല്ല ആക്ച്വലി. പരാബോള സിമ്പിൾ ആണ്, പക്ഷെ പഠിച്ച ആളുകൾക്കാണെങ്കിൽ നല്ല എളുപ്പമുണ്ടായിട്ടുണ്ടാവും ഈ ക്വസ്റ്റ്യൻ. കാരണം പരാബോള പഠിച്ച ആളുകൾക്ക് നല്ല എളുപ്പമുണ്ടായിരിക്കും, കാരണം അത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. x² ഈക്വൽ 12y എന്നാ. അപ്പൊ നമ്മൾ ജനറൽ ഫോം എഴുതി വെച്ചാൽ മതി. x² ഈക്വൽ എന്താടാ 4a. 4 ഇവിടെ y അല്ല, അപ്പൊ ഷുവർ അത് അല്ലെ. x² ഈക്വൽ ടു 4a ഇവിടെ എന്താടാ y ആണ്. അപ്പൊ 4a നെ കമ്പയർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടൂടാ, 4a ഈക്വൽ ടു ഇത് ആൻസർ കിട്ടി, എല്ലാം കിട്ടി 12/4. a ഈക്വൽ ടു എത്രയാടാ 3 ആണ്. 4 3 12. സോ പിന്നെ കംപ്ലീറ്റ് ആൻസർ കിട്ടി. പിന്നെ എന്താ, ഫൈൻഡ് ദി കോർഡിനേറ്റ് ഓഫ് ഫോക്കസ്. ഫോക്കസ് എന്താ പിന്നെ ആൻസർ ആയി അല്ലെ. ഫോക്കസ് കിട്ടണമെങ്കിൽ നമുക്ക് പിക്ചർ കാണണടാ. പിക്ചർ വരക്കുമ്പോൾ എപ്പോഴും y ആണ് ഇവിടെ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, പോസിറ്റീവ് വൈക്ക് സിമെട്രിക് ആയിട്ടാണ് എങ്ങനെയാണ് വരക്കുക, പോസിറ്റീവ് വൈക്ക് സിമെട്രിക് ആയിട്ടാണ് വരക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ എന്ത് ചെയ്യുക ഫോക്കസ് എന്ന് പറയുന്നത്. y ആക്സിസ് ആണ്. അപ്പൊ 0, a ആണ് ജനറലി. സോ ഫോക്കസ് f ഈക്വൽ ടു നമുക്ക് ആൻസർ എന്ത് കിട്ടിയടാ 0, a എന്ന് പറഞ്ഞ ഇവിടെ എത്ര ആൻസർ 3. ഇതായിരുന്നു ഫോക്കസിന്റെ ആൻസർ. അതേപോലെ തന്നെ ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കി നോക്കുക. ഇതിന്റെ താഴ്ഭാഗമായിരുന്നു ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ്. ദാറ്റ് ഈസ് മൈനസ് y ഈക്വൽ ടു, ഈ താഴ്ഭാഗം പറഞ്ഞ നെഗറ്റീവാ, ദാറ്റ് ഈസ് -a ആണ് വരിക. ദാറ്റ് ഈസ് y ഈക്വൽ ടു മൈനസ് ഓഫ് a. എത്രയാടാ 3 ആണ്. സോ -3 ഇങ്ങോട്ട് വന്നാൽ +3 ഈക്വൽ ടു 0. ഇതാണ് നമുക്ക് ഇക്വേഷൻ കിട്ടുക, ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ കിട്ടുക. സോ അതേപോലെ തന്നെ ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം അല്ലെ. ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം നിങ്ങൾക്ക് ആൻസർ കിട്ടി കാണണം. ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം. അതുപോലെ തന്നെ ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം 2b² അല്ലെ. ലെങ്ത് ഓഫ് ലാറ്റിസ് 4a ആണ് ഇക്വേഷൻ നമുക്ക് വരുന്നത്. 4a അല്ലെ. ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടത്തിന്റെ ഇക്വേഷൻ 4a ആണ്. 4a അല്ലെ. അപ്പൊ 4 ഇൻറ്റു നിങ്ങൾക്കോട് 3 അല്ലേ കിട്ടിയത്. അപ്പൊ 12 ആണ് നമുക്ക് എന്ത് കിട്ടുക, ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം ആൻസർ ആയി കിട്ടുക. ഓക്കെ, എല്ലാ ആൻസറും നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല ക്വസ്റ്റ്യൻ എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ ആ ക്വസ്റ്റ്യൻ. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇനിയാണ് കുറെ പേർക്ക് സമാധാനമായി തുടങ്ങിയിട്ടുണ്ടാവും. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോഴാണ് കുറെ കുട്ടികൾക്ക്, കേരളത്തിലെ കുട്ടികൾക്ക് ആ ഒരു കുറച്ചൊരു ഹാപ്പി മൈൻഡ് വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. ബാക്കി അതുവരെ കുറച്ചൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടാവും എക്സാം. എനിക്ക് തോന്നുന്നു 70% കുട്ടികൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും സ്റ്റാർട്ടിങ് ഫസ്റ്റ് പേജ്. ഓക്കെ, 30% പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. പിള്ളേരൊക്കെ നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്ത കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും മേ ബി. ഓക്കെ, അപ്പൊ അവർക്കൊന്നും വലിയ പ്രശ്നം ആയിക്കൊള്ളുന്നില്ല. സോ രണ്ടാമത്തെ പേജ് വരുമ്പോഴേക്കും നമുക്ക് ഒരു സമാധാനം കിട്ടി തുടങ്ങിയാണ് എല്ലാ ആളുകൾക്കും. കാരണം ഒന്നാമത്തെ ഇക്വേഷൻ തന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ലിമിറ്റ് x → x റേസ് അല്ലെ എല്ലാവരും പറഞ്ഞ എന്താ ആൻസർ? n × a⁻n−1. എല്ലാവരും ആൻസർ ചെയ്ത് കാണണം. പക്ഷെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നപ്പോഴത്തിന് ആ ഒരു സുഖം കൊണ്ട് പോയിട്ടുണ്ടാവും. ഒരു ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ടാവും കേട്ടോ. എന്റെ ഒരു സാധ്യതയാണ് ഞാൻ പ്രവചിക്കുന്നത്. ചെറിയൊരു സാധ്യത വന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇത് ടഫ് ഇല്ല ആക്ച്വലി. ഇത് ട്രിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്. അത് കാരണം അടുത്ത സബ് ക്വസ്റ്റ്യൻ നമ്പർ 2 എല്ലാ ആളുകൾക്കും ഒന്നാമത്തെ ഓക്കെ, രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ചെറിയ ഡിഫിക്കൽട്ട് ഫീൽ ചെയ്ത് കാണണം. എനിക്ക് തോന്നുന്നു കാണണം എന്നാണ്. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്കറിയാം ജനറലി n × a⁻n−1 ആണ്. എല്ലാവരും ഇത് എഴുതിയിട്ടുണ്ടാവണം അല്ലെ. n × a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ സിംപ്ലി a⁻n−1 ഇരിക്കട്ടെ ഫുള്ള് 32. n × a⁻n−1. എടാ n × a എത്രയാണ് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ ഉണ്ട്. 2 ഉണ്ട്, n−1 ആണെന്ന് അറിയാം. 32നെ നമുക്ക് എന്ത് ചെയ്യാം? എടാ 32 ഇങ്ങനെ പഠിച്ചു കൊടുക്കാം. 32, 16, 2, 8, 2, 4, 2, 2, 2, 1 അല്ലെ. ടോട്ടൽ എത്രയാടാ? 2⁵5. സിംപ്ലി 2⁵5. അപ്പൊ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റണം എന്ന് വിചാരിക്കുന്നത്. ആക്ച്വലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവിടെ n−1 ആണ്. ആക്ച്വലി എന്ത് വരാൻ ചാൻസ് ഉണ്ട്? ഒരു 4-1 വരാൻ ചാൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ഇവിടെ 4 വന്നാൽ ഇവിടെ n വന്നാൽ ഇവിടെ n അല്ലേ. ദാറ്റ് ഈസ് 4. ഓക്കെ, സോ അങ്ങനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാമായിരുന്നു. പക്ഷെ എത്ര പേര് ഇത് ചെയ്തു എന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കേണ്ട സംഭവമാണിത് അല്ലെ. 2³ എന്ന് പറഞ്ഞാൽ എണ്ണാൽ എത്രയാണ്? 32 ആണ് കിട്ടുന്നത്. സോ n എത്രയാണ്? അതെ, n = 4. എനിക്ക് വിശ്വാസമില്ല എല്ലാ കുട്ടികളെയും. ഒരു ഓവറോൾ ഒരു 10 to 20% ആൾക്കാരൊക്കെ ആൻസർ ചെയ്ത് കാണണം കേരളത്തിൽ. n4 ആണ്. ഓക്കെ, ഡോണ്ട് വെറിയടാ. കഴിഞ്ഞ കാര്യത്തെ കുറച്ച് ടെൻഷൻ അടിപ്പിക്കാന്നുള്ളത് ചെയ്യുന്നത്. നിങ്ങൾ കീ ഒന്ന് പറഞ്ഞു തരാന്ന് മാത്രം. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻ കാണണം. ലാസ്റ്റ് ഞാൻ പറയാം എന്ത് ചെയ്യാമെന്നുള്ളതൊക്കെ പറയാം. സോ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കണം. 9ാമത്തെ ക്വസ്റ്റ്യൻ a∩a'. ഇത് കുറെ പേര് ആൻസർ ചെയ്ത് കാണണം. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ. എയും ഇപ്പൊ a1 2 ആണെന്ന് വിചാരിക്കാം. യൂണിവേഴ്സ് എന്ത് ചെയ്യാ? 1 2 3 ആണെന്ന് വിചാരിക്കാം. സോ a' എന്ന് പറഞ്ഞാൽ സിംപ്ലി നമുക്കറിയാം എന്താണ്? ഏലില്ലാത്ത എലമെന്റ് ആണ്. ദാറ്റ് ഈസ് 3 അല്ലെ. ഇവിടെ ഇന്റർസെക്ഷൻ കണ്ടു കഴിഞ്ഞാൽ എന്താ? 1 2 അല്ലെ. ഇന്റർസെക്ഷൻ 3 എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ എലമെന്റ് ഉണ്ടാ? നോ എലമെന്റ് അല്ലെ. സോ നൾ സെറ്റ്. അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ ഈസി ആയിരുന്നു. നൾ സെറ്റ് എല്ലാവരും ആൻസർ ചെയ്ത് കാണണം. ഈ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്യണ്ടല്ലോ. യൂണിവേഴ്സ് തന്ന് എയും ബിയും തന്ന് വെരിഫൈ ചെയ്യാൻ പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ എല്ലാ കുട്ടികളും കേരളത്തിൽ ചെയ്ത് കാണണം. എല്ലാ കുട്ടികളും ഓവറോൾ എല്ലാ കുട്ടികളും ചെയ്ത് കാണണം. ഇത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല കേട്ടാ. അടുത്ത ക്വസ്റ്റ്യൻ 10ാമത്തെ ക്വസ്റ്റ്യൻ. ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ r-0. ഈ ക്വസ്റ്റ്യൻ ചെയ്യണം മക്കളെ. ചിലർ പറയും സാർ ആകെ ചെയ്ത ക്വസ്റ്റ്യൻ അതാണ്. അതൊന്നും ശരിയാണെന്ന് എനിക്ക് ഉറപ്പ് വരുത്തണ്ടേ. നോക്ക് മക്കളെ. സോ ആദ്യം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കാന്ന് വെക്കാം. LHS എടുക്കാം അല്ലെ. a∩b എന്താ മക്കളെ? ആദ്യം ഉള്ളെടുക്കാം അല്ലെ. a∩b എന്താ? a-യുടെയും b-യുടെയും ഇന്റർസെക്ഷൻ എലമെന്റ് എന്താ? 2 3 4 ആണ് ആൻസർ അല്ലെ. 2 3 4 ഇതെല്ലാരും ചെയ്തിട്ടുണ്ടാവും. സോ a∩b-യുടെ ഓൾ ഡാഷ് എന്താ? ഡാഷ് എന്താ? ഇതിലില്ലാത്ത എലമെന്റ്സ് വിത്ത് റെസ്പെക്ട് ടു യൂണിവേഴ്സ് അല്ലെ. 2 3 4 ഇതിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൻസർ 1 5 6 ആണ് കിട്ടുക. 1 5 6. ഓക്കെ, ഇതാണ് LHS. RHSും അതേപോലെ കിട്ടോടാ. a' എന്ന് പറഞ്ഞാൽ പറ a' ഇന്റർസെക്ഷൻ b'. നേരെ ആൻസർ ഞാൻ എഴുതാം. a'-ന്റെ ആൻസർ അയിലില്ലാത്ത എലമെന്റ്സ് എന്താണ്? 2 3 4. 2 3 4 കഴിഞ്ഞാൽ 1 5 6 ആണ് അല്ലെ. 1 5 6 ആണ്. b' എന്ന് പറഞ്ഞാൽ ബിയിലില്ലാത്ത എലമെന്റ്സ് 2 3 4 6 അല്ലെ. 2 3 4 6. അപ്പൊ 1 5 ആണ് ഇവിടെ ആൻസർ വരാം. 1 5. സോ ഇന്റർസെക്ഷൻ രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഏതാടാ? 1 5 6 അല്ലെ. ഇവിടെ 1 5 6 ഉണ്ടാ. b' 2 3 4 6 2 3 4 6 2 3 4 2 3 4 6. സോ 2 3 4 6. സോ 1 6 അല്ലേ വരുന്നുള്ളൂ. 1 6 ആണ് വരുന്നത്. 2 3 1 5 വരുമല്ലോ. 2 3 5 അല്ലെ. 5 വരും. സോ 1 5 6 അല്ലെ. കറക്റ്റാടാ. 1 5 6. സാർക്ക് ഒരു കൺഫ്യൂഷൻ അതാണ്. സാർക്ക് ഫ്രീ ഒന്നും പ്രിപ്പയർ ചെയ്തില്ല ഇതിന്റെ. സോ ആൻസർ എന്താണ്? LHSും RHSും ഈക്വൽ ആണ്. എല്ലാ കുട്ടികളും എഴുതിയിട്ടുണ്ടാവും. നോ ഇഷ്യൂ. ഓക്കെ, നോ ഇഷ്യൂ നോ ഇഷ്യൂ നോ ഇഷ്യൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 10th ക്വസ്റ്റ്യൻ. ഡ്രോ ഗ്രാഫ് ഓഫ് ഫംഗ്ഷൻ f(r-r)r. ആകെ ഇതൊന്നും നിങ്ങൾ മെയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. സിംപ്ലി എന്താണ്? f(x)ന്റെ ഗ്രാഫ് എന്താണ്? 1/x ആണെന്നുള്ളത് നമ്മൾ വരച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ. കാരണം ഇതൊരു ടഫുള്ള ഗ്രാഫ് അല്ലടാ. വളരെ ഈസി ഗ്രാഫാണ്. ടെക്സ്റ്റ് ബുക്കിലുള്ള ഗ്രാഫ് ആയിരുന്നു. കാരണം അത് ഇങ്ങനെ പോവാം. ഇതിങ്ങനെ പോവും. ഇത് ചുമ്മാ അങ്ങനെ വരച്ചാൽ മതി മാർക്ക് കിട്ടി. സോ ഇത് x ആണ്, ഇത് f(x) ആണ്.
മാർക്ക് കിട്ടിയായിരുന്നു. പക്ഷെ എത്ര പേര് വരച്ചു എന്ന് അറിയില്ല. ടെക്സ്റ്റ് ബുക്കിലെ ഗ്രാഫാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്ത എല്ലാവരും സിഗ്നം മോഡുലസ് കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവാം. ഒബ്വിയസ്ലി കേരളത്തിലെ കുട്ടികളോ സ്കൂളിലെ ടീച്ചേഴ്സ് ഒക്കെ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് വിട്ടിട്ടുണ്ടായിരിക്കും മിക്കവാറും. ഓക്കെ, ഫൈൻഡ് ഡൊമൈൻ ഓഫ് റേഞ്ച് ഓഫ് ഫംഗ്ഷൻ f of x equal to root (n-x²). വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താടാ, നമ്മൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇത് അങ്ങോട്ട് പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻ ആണ് അല്ലെ. പക്ഷെ ഇത് ടെക്സ്റ്റിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ ഇത് നമുക്കൊരു ടഫ് എന്ന് പറയാൻ പറ്റില്ല ഈ ക്വസ്റ്റ്യൻ എനിക്ക്. കാരണം ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി എന്താണ് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഇതൊരു ക്വസ്റ്റ്യൻ ടഫ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് നിങ്ങൾ എഴുതേണ്ട ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആൻസർ എന്താടാ, ഡൊമൈൻ -3 മുതൽ 3 വരെടാ പോവുക. കാരണം എന്താ വെച്ചാൽ ഇൻപുട്ട് ആണ്. നമ്മൾ ഇവിടെ കൊടുക്കുന്നത് -3 മുതൽ 3 വരെ ചെയ്താൽ മാത്രമാണ് റൂട്ട് 0 വരെ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ റൂട്ട് നെഗറ്റീവിലോട്ട് പോകും. റൂട്ട് നെഗറ്റീവിലോട്ട് പോവാതിരിക്കണമെങ്കിൽ -3 to 3 ആണ് കൊടുക്കേണ്ടത്. ഷോർട്ടൻ ചെയ്തിട്ടാണ് സാർ പറയുന്നത്. സോ റേഞ്ചിന്റെ വാല്യൂ നിങ്ങൾ നോക്കണം. റേഞ്ചിന്റെ വാല്യൂ 0 ആണ്. കാരണം ഏറ്റവും ചെറിയ വാല്യൂ 0 ആണ്. 0 ചെറുത് വരില്ല. സോ ഏറ്റവും വലിയ വാല്യൂ വരെ എത്രയാണ് 3 ആണ്. കാരണം റൂട്ട് 9 ആണ് ഇതിൽ വരിക ഫൈനൽ ആൻസർ. അപ്പൊ 3 ആണ്. അപ്പൊ ഇതായിരുന്നു ഡൊമൈൻ ആൻഡ് റേഞ്ച്. എത്ര പേര് ശരിയാക്കിയെന്ന് അറിയില്ല. എന്നാലും കേരളത്തിൽ ഒരു 30 ഒരു 40% കുട്ടികളൊക്കെ ശരിയാക്കി കാണണം ഈ ക്വസ്റ്റ്യൻ കേട്ടോ. 100 പേരിൽ 40 പേരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ x + 1 - i6 അല്ലെ ഇൻ x + y ഫോം അല്ലെ. ഇത് കുറെ പേര് എന്താണ്, കുറെ പേർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും ഈ ക്വസ്റ്റ്യൻ അല്ലെ. ഇതൊക്കെയാണ് ചില കുട്ടികൾക്ക് എക്സാമിന് കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നുന്നു. 1 - i6 ശരിക്കും പറഞ്ഞത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. മനസ്സിലായോ? ആയിരുന്നു. പക്ഷെ ഇത് എത്രത്തോളം പേര് ചെയ്തോന്ന് എനിക്കറിയില്ല. ഞാനൊന്ന് പറയാൻ, എനിക്ക് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നോക്കുക, 1 - i all 3 എന്ന് എഴുതിക്കൂടെ? കാരണം 2 × 3 6 അല്ലേ. പക്ഷെ എഴുതിക്കൂടെ എന്നൊക്കെ സാറ് പറയുന്നത്. പക്ഷെ എക്സാം ഹോളിൽ സാർ അതൊക്കെ കിട്ടണ്ടേ അല്ലെ. 2 × 3 6 ആണ്. ഇത് a - b whole എക്സ്പാൻഡ് ചെയ്താൽ എന്ത് വരും? a² - 2ab + b² പ്ലസ് എന്ത് വരൂടാ, b² all raised to 3 × 1² 1 2i പ്ലസ് i² എന്ന് പറഞ്ഞാൽ -1 അല്ലെ. ഒക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലെ. സോ പ്ലസ് മൈനസ് വന്നാൽ -1 - 2i - 1 ഇങ്ങനെ വരും അല്ലെ, ക്യൂബ്. ഇവിടെ 1 - 1 ക്യാൻസൽ ആവും. സോ ഫൈനലി ഇവിടെ എന്താ ഉണ്ടാവുള്ളൂ, -2i all³ ആണ് ഉണ്ടാവുക. ഓക്കെ, ഇത് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ -2³ -i³ ആയിട്ട് വരും. -2³ എന്ന് പറഞ്ഞാൽ -8 ആടാ. i³ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വരും, i³ -i³ -of i³. ഓക്കെ, -8 × -i³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ i² × i ആടാ. ദാറ്റ് ഈസ് -1 × i, ദാറ്റ് ഈസ് -i ആണ് നമുക്ക് വരിക, -i. അപ്പൊ -i വരും. -i പ്ലസ് അവിടെ. സോ -8i വരണം കേട്ടോ. സോ ഫൈനൽ ആൻസർ -8 + i ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് നമുക്ക് എന്ത് വരടാ, നമുക്ക് ഇതിന്റെ റിസൾട്ട് ആയിട്ട് വരേണ്ടത്. -8 + i a + ib ഫോം, ദാറ്റ് ഈസ് x + i ഫോം. ഓക്കെ, വിടാടാ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വരുത്തിയാൽ ഏകദേശം കണ്ടൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ 8 വരും മാർക്ക് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് എന്താ പറയുന്നത്, ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദാറ്റ് റെപ്രസെന്റ് ദി കോംപ്ലക്സ് നമ്പർ 1 - i 1 + i ഇൻ ദി ആർഗന്റ് പ്ലെയിൻ. എടാ ആക്ച്വലി ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു ആർഗന്റ് പ്ലെയിൻ റെപ്രസെന്റ് ചെയ്യാൻ. പക്ഷെ എല്ലാവരും നമുക്കറിയാം, ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടടാ. 1 - i 1 + i നമ്മൾ മാറ്റണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് എല്ലാ സ്കൂളിലും ട്യൂഷനും സ്കൂളിലും എല്ലായിടത്തും പഠിപ്പിച്ചാൽ കാണണം അല്ലെ. സോ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 1 എന്താടാ 1 ആണ് അല്ലെ. 1 × -i -i ആണ്. -i × 1 എന്താ -i ആണ്. -i × -i എന്താടാ +i² ആണ്. ഓൾ ഡിവൈഡ് a + ib × a - ib എന്നാണ്. a² + b² ആണ്. ഞാൻ ഷോർട്ട് ആണ് എഴുതിയിട്ടുള്ളത്. സോ പിന്നെ എന്ത് വരും, 1 - 2i i² എന്താടാ -1. പ്ലസ് -1 ആണ്. മൈനസ് ക്യാൻസൽ. 2 വരും. ദാറ്റ് ഈസ് -2i/2 ആണ്. 2 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ -i ആണ്. നമുക്ക് കിട്ടിയ ആൻസർ -i ആണ്. അപ്പൊ a + ib എഴുതാന്ന് പറഞ്ഞാൽ 0 - i എന്നാണ് ആൻസർ അല്ലെ. എയുടെ സ്ഥാനത്ത് ഇവിടെ a എന്താടാ, കാരണം b ആണ് -1. അപ്പൊ a എന്താണ്, 0 ആണ്. അപ്പൊ 0 - i ആണ് നമുക്ക് കിട്ടുന്ന കോംപ്ലക്സ് നമ്പർ. ഇത് ആർഗൻ പ്ലെയിൻ റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. ഇതാണ് ആർഗന്റ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ചുമ്മാ 2D വരയ്ക്കാം. ഇവിടെയാണ് ആ ആൻസർ വരിക. നമ്മൾ എന്ത് ചെയ്യുന്നത്, a ആയിട്ട് എടുക്കുന്നത്, ഇതാണ് b ആയിട്ട് എടുക്കുന്നത്. ഇതാണ് എന്താ പറയാ ഫസ്റ്റ് പാർട്ട്, റിയൽ പാർട്ട് എടുക്കുന്നത്, ഇതാണ് ഇമേജിനറി പാർട്ട്. ഈ പോയിന്റ് ആയിരുന്നു ആൻസർ വന്നിരുന്നത് കേട്ടോ. ദാറ്റ് ഈസ് 0 - i. റെപ്രസെന്റ് ചെയ്തോന്ന് അറിയില്ല, p എന്നോ എന്തെങ്കിലും പോയിന്റ് ഒക്കെ കൊടുത്ത് റെപ്രസെന്റ് ചെയ്യാം. അതൊക്കെ എത്ര പേര് ചെയ്തു എന്നുള്ളതൊക്കെ പ്രശ്നമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 12ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് NPR = 840 NCR = 35 then ഫൈൻഡ് ദി വാല്യൂ ഓഫ് r എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആടാ. ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ ഇതുപോലെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. സിമ്പിളി നിങ്ങൾ എന്ത് ചെയ്താൽ മതിയായിരുന്നു, ആ NPR-നെ ശരിക്കും ഇതൊരു ഫോർമാറ്റ് പഠിച്ചു വെക്കണമായിരുന്നു. ഇതാണ് ആ ഫോർമുല.
NPR NCR ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്ത R ഫാക്ടോറിയൽ ആയിരിക്കും ആൻസർ എന്നുള്ളതാണ് കോൺസെപ്റ്റ്. മനസ്സിലായില്ലേ? പക്ഷെ ഇതൊക്കെ പിള്ളേര് എനിക്ക് തോന്നുന്നില്ലടാ, എനിക്ക് തോന്നുന്നു കുറച്ച് കുട്ടികളൊക്കെ ചെയ്തിട്ടുണ്ടാവുള്ളൂ. R ഫാക്ടർ ഇതിനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുക 24. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞിരുന്നു. കാരണം 24 കിട്ടുമ്പോഴേക്കും നിങ്ങൾക്ക് ആൻസർ മനസ്സിലാവും 4 ഫാക്ടോറിയൽ ആണെന്ന് അല്ലെ. ഇവിടെ R ഫാക്ടോറിയൽ ആക്കാൻ വേണ്ടി നമുക്ക് എന്താ 4 ഫാക്ടോറിയൽ ആണ് 24 എന്നൊക്കെ അറിയാം. therefore R എത്രടാ 4 ആണ്. സങ്കടം ആവണ്ടടാ, ചില ആളുകൾ ഇത് എഴുതിയിട്ടുണ്ടാവില്ല, വിട്ടുകളാം. കാരണം ഇതിലെല്ലാവരും ഇതിലൊരു അബദ്ധം പറ്റിയതാണ്. എല്ലാവരും ഇത് പോയി അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഇത് അറ്റൻഡ് ചെയ്യുമ്പോൾ പിന്നെ ഇത് കുടുങ്ങിയില്ലേ, ഒബ്വിയസ്ലി പ്രശ്നം ഉണ്ടാവും. എനിക്കറിയാം നിങ്ങൾ ഇത് പോയി അറ്റൻഡ് ചെയ്ത്, അപ്പോൾ ഇത് എന്തായാലും ചെയ്യേണ്ടി വരും അല്ലെ. സോ ആറ്റിറ്റ്യൂഡ് എല്ലാവരും ആൻസർ ചെയ്തിട്ട് കൗണ്ട് ചെയ്തിട്ടുണ്ടാവും എല്ലാവരും. 1 2 3 4 5 6 7 8 9 അല്ലെ. 9 ഫാക്ടോറിയൽ. 9 ഫാക്ടോറിയൽ. റിപ്പീറ്റിംഗ് ലെറ്റർ ഏതാ? T ആണ് തോന്നുന്നു അല്ലെ. 2 4. സോ 4 ഫാക്ടോറിയൽ. അത് സിംപ്ലിഫൈ നിങ്ങൾ ചെയ്യാട്ടാ. 9 ഫാക്ടോറിയൽ 4 ഫാക്ടോറിയൽ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എല്ലാവരും അത് തന്നെ ആയിരിക്കും ആൻസർ. ടഫ് ഒന്നുമില്ല. അല്ലെങ്കിൽ 1 2 3 4 ഇങ്ങനെ എഴുതാം. 1 9 4 4 കട്ട് ചെയ്യാൻ ഗുണിച്ച് എഴുതാം. ഓക്കെ, അതൊക്കെ എല്ലാവരും ശരിയാക്കി കാണണം, പ്രശ്നം ഉണ്ടാവൂല എന്നാണ് എന്റെ പ്രതീക്ഷ. ഇനി എടാ 13ാമത്തെ ക്വസ്റ്റ്യൻ. ഈ 13ാമത്തെ ക്വസ്റ്റ്യൻ വെർട്ടിസസ് ഓഫ് ട്രയാംഗിൾ PQ സംതിങ് ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ലൈൻ റെപ്രസെന്റിംഗ് സൈഡ് PQ ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് പാസിംഗ് ത്രൂ ദി പെർപെൻഡിക്കുലർ സൈഡ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലെ. എടാ ഇത് നമ്മൾ ഓൾറെഡി ഇത് ചെയ്ത് കാണണം. എത്ര പേര് ചെയ്തെന്ന് അറിയില്ല. P-യും Q-യും മാറുന്നതുകൊണ്ട് ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ലൈൻ റെപ്രസെന്റിംഗ് PQ. PQ-ന്റെ P-യും Q-യും തന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാ x2 - y അല്ല. ആ ഇക്വേഷൻ എല്ലാവർക്കും അറിയുന്നുണ്ടോ? ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഇക്വേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റും, പെർപെൻഡിക്കുലർ കാണാൻ പറ്റും. ചെയ്തോ ചെയ്തില്ല എന്ന് അറിയില്ല, നമുക്ക് സമയപരിധി മൂലം തട്ടി പോകുന്ന. അടുത്ത ക്വസ്റ്റ്യൻ എടാ 14ാമത്തെ ക്വസ്റ്റ്യൻ. an ellipse has foci on ±4 0 vertices ±. എല്ലാവരും എലിപ്സിന്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആവില്ല പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക അല്ലെ. എല്ലാവരും എലിപ്സ് നേരെ തരുന്നതാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. പക്ഷെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫോക്കൈ ആണ് നമുക്ക് തന്നത്. ഫോക്കൈ എന്ന് പറഞ്ഞാൽ C ആണ്. നമുക്ക് ഓൾറെഡി ആ വാല്യൂ തന്നിട്ടുണ്ട്, 4 ആണെന്ന് പറഞ്ഞു. വെർട്ടീസസ് നമുക്ക് തന്നു, ദാറ്റ് ഈസ് A ആണ് നമുക്ക് തന്നിട്ടുള്ളത്. എത്രടാ 5 ആണ് തന്നിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യണം, നേരെ വാല്യൂ നമ്മൾ അപ്ലൈ ആണെങ്കിൽ എല്ലാ ആൻസറും കിട്ടിയിരുന്നു. കാരണം C കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? √(a² - b² ആണ് അല്ലെ. C = √(a² - b² ആണ് അല്ലെ. C² = എന്താടാ? a² - b² ആണ്. സോ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ എന്ത് കിട്ടൂടാ? C² എന്ന് പറഞ്ഞാൽ 4² ആണ്, ഈക്വൽ ടു a² എന്ന് പറഞ്ഞാൽ 5² ആണ്, -b² കൊണ്ട് വന്നു കഴിഞ്ഞാൽ +b² 25, 4² 16 കൊണ്ട് പോയി കഴിഞ്ഞാൽ -16 ആടാ. b² = എത്രടാ? 9 വരും. B = എത്ര വരുടാ? 3 വരുന്നതായിരുന്നു. ഓക്കെ, എത്ര പേര് എന്താ ആൻസർ ചെയ്തെന്ന് ഒരു ഐഡിയ ഇല്ല. ഇങ്ങനെയാണ് ആൻസർ വന്നിരുന്നത്. ഓക്കെ, ഇനി ഫൈൻഡ് ദി ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ലെങ്ത് ഓഫ് മൈനർ ആക്സിസ്. മൈനർ ആക്സിസിന്റെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാം, 2b ആണ് ഇക്വേഷൻ അല്ലെ. മേജർ 2 ആണ്. സോ 2 × b എത്ര കിട്ടിയ? 3 ആണ്. സോ 6 ആണ് ആൻസർ ആയിട്ട് വരിക. At the final length of lattice section and eccentricity അല്ലെ. ലെങ്ത് ഓഫ് lattice section എന്താടാ? 2b² / a ആണ് അല്ലെ. എല്ലാവരും ആൻസർ ചെയ്ത് കാണാം. 2b, b എത്രയാ? 3² / a എത്രയാ? a what is a? 5 അല്ലെ. 2 × 3² എന്ന് പറഞ്ഞാൽ 9/5. 2 × 9 18. 18/5 ആണ് ആൻസർ കിട്ടുക. 18/5. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ഫൈൻഡ് ലെങ്ത് എക്സെൻട്രിസിറ്റി അല്ലെ. എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താടാ? c/a ആണ്. സോ c ഓൾറെഡി നമുക്ക് അതിലുണ്ട്. 4/ എത്രയാടാ? 5. 4/5 ആണ് ആൻസർ. സോ ഫൈനൽ ക്വസ്റ്റ്യൻ എന്താണ്? ഇങ്ങനെ എന്തെങ്കിലും പറയണ്ട. റൈറ്റ് ഇക്വേഷൻ ഓഫ് എലിപ്സ്. അതെല്ലാവരും എഴുതി കാണണം. ഇക്വേഷൻ ഓഫ് എലിപ്സ് എന്താ? ജനറലി x² / a² പ്ലസ് എന്താടാ? y² / b² = 1 ആണ്. സോ എയും ബിനെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ x² / a എന്താ? a എന്തായിരുന്നു? 4 അല്ലേ. 4² പ്ലസ് y² / b² എത്രടാ? 3² = 1. വേണമെങ്കിൽ ഫൈനലൈസ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം സ്റ്റാൻഡേർഡ് ആയിട്ട്. 16 പ്ലസ് y² / 9 = 1. എത്ര പേര് എന്താ എഴുതിയെന്നൊന്നും ഐഡിയ ഇല്ല. ഇതായിരുന്നു ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ശരിക്കും പറഞ്ഞാൽ എളുപ്പമായിരുന്നു. പക്ഷെ ചില ആളുകൾ ഇത് ഞാൻ പറഞ്ഞ ഏറ്റവും ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. പക്ഷെ ഇത് എത്ര പേര് ശരിയാക്കി എന്നുള്ളതാണ്. സോ ക്വസ്റ്റ്യൻ എന്താ? ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് എനി വൺ പോയിന്റ് വിച്ച് ലൈൻ ഇൻ സെക്കൻഡ് ഒക്ടൻ. ഇതുവരെ ഈ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ക്വസ്റ്റ്യൻ വന്നിരുന്നതൊക്കെ എങ്ങനെയാണെന്ന് അറിയോ? ഒരു 8 ഒക്ടന്റ് ആണ്. ഏതെങ്കിലും ഒരു കോർഡിനേറ്റ് തരും, അത് ഏത് ഒക്ടന്റിൽ നിന്നാണ് ഐഡന്റിഫൈ ചെയ്യാനാ പറയാം. ഇവിടെ അതല്ല പറഞ്ഞു, നിങ്ങളോടൊരു എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞു. സെക്കൻഡ് ഒക്ടന്റിൽ വരുന്ന നീ സ്വന്തം നമ്മൾക്ക് പല 1.5 ലക്ഷം കുട്ടികൾ എഴുതണമെങ്കിൽ 1.5 ലക്ഷം ആൻസർ വേണമെങ്കിൽ ഇതിൽ വരാം. അത്രയും ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണിത്. കാരണം ആ കുട്ടി ഏതാ എഴുതുന്നത് നമുക്ക് അറിയില്ലല്ലോ. സോ സെക്കൻഡ് ഒക്ടന്റ് നമുക്കറിയാം. എങ്ങനെ നമ്മൾ ഇതിന്റെ ഒക്ടന്റ് എങ്ങനെ? ടോട്ടൽ 8 ഒക്ടന്റ് ആണ് ഇരുന്നത് അല്ലെ. XY നമ്മളെപ്പോഴും പഠിച്ചിരുന്ന 2Dയിലാവും ചില ആളുകൾ. എങ്ങനെ പഠിച്ചെന്ന് അറിയില്ല സാർക്ക് അല്ലെ. ഇങ്ങനെയാണ് നമ്മളിത് വരാം. ഓക്കെ, സോ 1 2 3 4 5 6 7 8. സാർ വലിയ എക്സ്പ്ലനേഷനൊക്കെ പോവില്ല, കാരണം ഇത് കോമൺ ആൻസർ ആയതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത് കേട്ടാ. ഫസ്റ്റ് 2D ആയിരുന്നു. 2D റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്കറിയാം. ഇതാണ് x, ഇതാണ് y കോർഡിനേറ്റ് അല്ലേ. അപ്പൊ ഇവിടെ ഉള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താടാ? പോസിറ്റീവ് പോസിറ്റീവ്. സെക്കൻഡ് ക്വാഡ്രന്റ് വരുമ്പോൾ x നെഗറ്റീവ് y പോസിറ്റീവ്. ഓക്കെ, തേർഡ് ക്വാഡ്രന്റ് വരുമ്പോൾ
തേർഡ് ക്വാഡ്രന്റ് വരുമ്പോൾ എന്താടാ എക്സ് നെഗറ്റീവ് വൈ പോസിറ്റീവ് വൈ നെഗറ്റീവ്, രണ്ട് നെഗറ്റീവ്. ഓക്കെ, ഇനി അടുത്തത് ലാസ്റ്റ് വൺ ഫോർത്ത് ക്വാഡ്രന്റ് വരുമ്പോൾ എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്, ഇങ്ങനെയാണ് വരിക. സോ ഇത് വീണ്ടും പേസ്റ്റ് ചെയ്ത് എഴുതാം, എക്സ് മൈനസ് മൈനസ് പ്ലസ്, ഇത് വീണ്ടും അതുപോലെ പേസ്റ്റ് ചെയ്യുക, പ്ലസ് മൈനസ് മൈനസ്, പിന്നെ അതൊന്ന് റിപ്പീറ്റ് ചെയ്യുക. സെഡാമത്തെ എന്താ വെച്ചാൽ ഇത് ഡബിൾ ചെയ്തിട്ട് എഴുതാം അല്ലെ. എന്ത് ചെയ്യാം, 2 പ്ലസ് എന്നുള്ളത് എന്ത് ചെയ്യാം, ഡബിൾ ചെയ്തിട്ട് എന്ത് ചെയ്യടാ ആൻസർ എഴുതാം. സോ അപ്പൊ എന്ത് വരടാ 2 പ്ലസ് 2 മൈനസ് 2 പ്ലസ് 2 ഇങ്ങനെ പോകും അല്ലെ. അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റ് ആയിട്ട് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ സിംപ്ലി എന്ത് നോക്കടാ മൈനസ് പ്ലസ് പ്ലസ്. അപ്പൊ എക്സാമിന് എന്ത് ചെയ്യാം, -2ഓ 5ഓ 4ഓ എന്ത് വേണമെങ്കിലും എഴുതായിരുന്നു. എടാ ഇവിടെ നെഗറ്റീവ് ഉള്ള ഒരു നമ്പർ എഴുതാന്ന് മാത്രമേ ഉള്ളൂ, പോസിറ്റീവ് ഉള്ള നമ്പർ എഴുതാം, പോസിറ്റീവ് ഉള്ള എന്ത് ചെയ്യടാ വേറൊരു നമ്പർ എഴുതാം എന്ന് മാത്രമേ അവരെന്ത് ചെയ്തിട്ടുള്ളൂടാ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. മനസ്സിലായില്ലേ? അത് നിങ്ങളത് എങ്ങനെ ചെയ്തു എന്നതിനെ കുറിച്ചിട്ട് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. സോ ഇത് കോപ്പി പേസ്റ്റ് ചെയ്യുക ഇങ്ങോട്ട്, ഇത് കോപ്പി പേസ്റ്റ് ചെയ്യുക ഇങ്ങോട്ട്, പിന്നെ എന്ത് ചെയ്യുക അതിനെ ഡബിൾ ചെയ്തിട്ട് എഴുതി. ഓക്കെ, എടാ അതിന്റെ സബ് ക്വസ്റ്റ്യൻ എന്താണ്? ഷോ ദാറ്റ് ദ പോയിന്റ് എ ബി സി ആർ വെർട്ടീസസ് ഓഫ് റൈറ്റ് ആംഗിൾ. എടാ ഓൾറെഡി ഡിസ്റ്റൻസ് ഫോർമുല ആയിരുന്നു, മനസ്സിലായ? നമുക്കൊരു ട്രയാങ്കിൾ, ചുമ്മാ ഒരു ട്രയാങ്കിൾ എ ബി സി, ഏതെങ്കിലും ട്രയാങ്കിൾ എ ബി സി. എടാ ഡിസ്റ്റൻസ് ഫോർമുലയിൽ എ ബി കാണാം, ബി സി കാണാം, എ സി കാണാം. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഇത് പല ആളുകൾ എന്ത് ചെയ്തു ഐഡിയ ഇല്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മളെന്താ 3Dയിലുള്ള ഡിസ്റ്റൻസ് ഫോർമുല ആയിരുന്നു, കാരണം ഡിസ്റ്റൻസ് ഫോർമുല എല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ഇതിന്റെ ആൻസർ എങ്ങനെയാണ് വന്നിരുന്നത്, √18 വരോടാ, √18 വരും, √36 വരും. അപ്പൊ നമ്മളെ റൈറ്റ് ആംഗിളിന്റെ ഇക്വേഷൻ എന്താ അല്ലെ, AB² + BC² = AC² ആണ്. സോ AB² അപ്പൊ √18 എന്തായി മാറും, 18 ആവും, AC² 36 അല്ലെ, 36 ആണ് ആൻസർ വരിക. അതുകൊണ്ട് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരുന്നു, ഡിസ്റ്റൻസ് ഫോർമുല ആയിരുന്നു കേട്ടാ. വളരെ ഷോർട്ട് ആയിട്ടാണ് ആൻസർ കീ പറയുന്നത്, കാരണം നമുക്കത് മതി എന്നുള്ള രീതി കേട്ടാ, എക്സാം കഴിഞ്ഞതല്ലേ. എടാ ലാസ്റ്റ് പേജിലോട്ട് എത്തുമ്പോഴേക്കും കിളി പാറി തുടങ്ങി കാണണം അല്ലെ, ലാസ്റ്റ് പേജും കിളി പാറി തുടങ്ങി കാണണം അല്ലെ. ഓക്കെ, ലാസ്റ്റ് സാർ ഇതിന്റെ ഒരു മൊത്തത്തിൽ ഔട്ട്ലുക്ക് പറയാടാ, നിങ്ങൾ അത് വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്താണ് ഇതിന്റെ ഓവറോൾ വരിക, എക്സാം കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും സാർ പെടുവോ എന്താവും എന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഓവറോൾ ഞാൻ പറഞ്ഞുതരാം. So a bag containing 8 red and 5 white ball, there 3 balls are drawn at random. Find the probability that all 3 balls are white. എടാ all 3 balls are white എന്നാ പറയുന്നത്. ഓക്കെ, എടാ ഇവിടെ നമുക്ക് ജനറലി നമ്പർ ഓഫ് എസ് എത്രയെന്ന് ആദ്യമേ കാണണം. അതായത് ബാഗ് കണ്ടെയ്നിങ് 8 red and 5 white balls. അപ്പൊ 8ഉം 5ഉം ആണ് നമുക്ക് മൊത്തം ബോൾ ഉള്ളത്. അപ്പൊ ഇവിടെ കോമ്പിനേഷൻ ആണോ വരിക, ബോളിന്റെ കേസിലൊക്കെ നമ്മൾ പഠിക്കുന്നത് കോമ്പിനേഷൻ ആണ്. സോ N(s) ന്റെ വാല്യൂ വരുന്നത് ടോട്ടൽ എത്രടാ, 8ഉം 5ഉം 13 ആണ് വരുന്നത്. 13 C എന്ന് എഴുതാം, ദാറ്റ് ഈസ് N 13. 6 എന്ന് പറഞ്ഞാൽ എത്ര ബോളാണ് വലിക്കുന്നത്, 3 balls are drawn ആണ്. സോ 3 അത് ഫിക്സ്ഡ് ആണ്. അപ്പൊ N(s) എന്ന് പറഞ്ഞ ഡിനോമിനേറ്ററിൽ വരുന്നത് ഫിക്സ്ഡ് ആണ്. ഇനി ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം. 3 balls are drawn ആണ്, ഫൈൻഡ് പ്രോബ്ലം all 3 balls are white. വൈറ്റ് വരാനുള്ള ചാൻസ് എന്താണെന്നാ, P of white വരാനുള്ള ചാൻസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ, പ്രോബിലിറ്റി. സോ ടോട്ടൽ വരിക എവിടെ ഇപ്പോഴും എന്താണ്, ഡിനോമിനേറ്ററിലാണ്. വരാൻ ചാൻസ് എന്ന് പറയുന്നത് എന്താ, all 3 balls are white. വൈറ്റിന്റെ കേസ് എടുക്കുക, 8 റെഡും 5 വൈറ്റും അല്ലെ. അപ്പൊ നമുക്ക് അറിയാം എന്ത്, ടോട്ടൽ ഇവിടെ എന്താടാ 5 വൈറ്റ് ആണുള്ളത്. അതുകൊണ്ട് ഇതിന്റെ ആൻസർ എന്താടാ, ടോട്ടൽ 5ൽ നിന്ന് 3. സിംപ്ലിഫൈ ചെയ്യാം, സിംപ്ലിഫൈ ചെയ്താൽ 5/143 ആണെന്ന് തോന്നുന്നു. നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെക്ക് ചെയ്ത ആൻസർ കിട്ടണം, 5/143. സോ അടുത്തത് all 3 balls are red. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ all 3 balls are red. റെഡിന്റെ കേസ് ഇതേപോലെ തന്നെ, റെഡ് എത്ര ഉള്ളത്, 8 റെഡ് ആണുള്ളത്. സോ 8C3 ഡിവൈഡ് ബൈ എന്ത് വരടാ, 13C3. സിംപ്ലിഫൈ ചെയ്യാ, സിംപ്ലിഫൈ ചെയ്താൽ 28 താഴ്ഭാഗം ഫിക്സഡ് ആണല്ലോ, 143, 28/143. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആവും. ഇത് രണ്ടെണ്ണം ശരിയാക്കി കാണണം മിക്കവാറും പേര്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കുറച്ച് ബുദ്ധിമുട്ടിയ. 1 ball is red and 2 balls are white. അല്ലെ, രണ്ടും ഒരുമിച്ച് ആൻഡ് വരുമ്പോൾ ഇവിടെ ഇൻഡു ആണ് വരിക, ഇവിടെ ആൻഡ് ഇൻഡു ആണ് വരിക, ആൻഡ് എന്ന് പറഞ്ഞാൽ ഇൻഡു ആണ് വരിക. 1 ball is red, സോ 8C1. 1 ball is red and 2 balls are white. അപ്പൊ എത്ര വൈറ്റ് ഔട്ട് ഓഫ് 5C എത്ര വൈറ്റ് ആടാ, 2 ആണ്. ഓൾ ഡിവൈഡ് ബൈ ടോട്ടൽ എത്രയാണ്, 10C3. ഇതാണ് അതിന്റെ ആൻസർ വന്നിരുന്നത്. സോ വാല്യൂസ് ഒക്കെ കൊടുത്താൽ ഫൈനൽ ആൻസർ 143. 40/143 ആണ് ആൻസർ കീ ആയിട്ട് വരാം. എത്ര പേര് ശരിയാക്കിയെന്നൊന്നും പിടിയില്ല, നമുക്ക് നോക്കാം. ഇതാണ് ആൻസർ കീ. എന്തായാലും ആൻസർ കീ നമ്മൾ ഡിസ്കസ് ചെയ്യാണ് ഇപ്പൊ ചെയ്യുന്നത്, അതിനുശേഷം നമുക്ക് മൊത്തം ഓവറോൾ പറയാം. ഓക്കെ, ആൻസർ ഇനി 3 questions 70-20 അല്ലെ, 6 മാർക്ക് ഇതായിരുന്നു ക്വസ്റ്റ്യൻ. 1 - tan square 15 എന്തായിരുന്നു ഇതിന്റെ ആൻസർ? ഇതിന്റെ ആൻസർ എന്തായിരുന്നുടാ, ഇതായിരുന്നു ആൻസർ വന്നിരുന്നത് കേട്ടോ. എത്ര പേര് ഇതും ശരിയാക്കി എന്നുള്ളതാണ്. പ്രൂവ് ദാറ്റ്
എടാ ഈ ക്വസ്റ്റ്യൻ കുറെ പേര് ടെക്സ്റ്റ് ബുക്കിൽ ഇത് തല തിരിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ഉണ്ടായത്. ഇത് ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ കിടന്നിരുന്നു, താഴ്ഭാഗം അല്ലെ, താഴ്ഭാഗം തിരിഞ്ഞിട്ടാണ് കിടക്കുന്നത്. താഴ്ഭാഗം തിരിഞ്ഞാലേ ശരിയാവുള്ളൂ. അല്ലാണ്ട് കുറെ പേര് സാറേ ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ മിസ്റ്റേക്ക് ഉണ്ട് അങ്ങനെ ഒന്നും പറയണ്ട കേട്ടോ. സോ ആൻസർ നിങ്ങൾ എന്താണ് 2 sin x തന്നെ ആൻസർ. എടാ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ടെക്സ്റ്റിൽ പഠിച്ചപ്പോൾ നിങ്ങൾ തിരിഞ്ഞിട്ടാവും പഠിച്ചിട്ടുണ്ടാവുക. പക്ഷെ എക്സാമിന് വന്നപ്പോ മുകളിൽ തിരിഞ്ഞാൽ താഴെ തിരിച്ചാൽ മതി, ഒരു പ്രശ്നമില്ല, ഫൈനൽ ആൻസർ. അപ്പൊ ക്വസ്റ്റ്യൻ റോങ് ഇല്ല, കറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പക്കാ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ റോങ് ഉള്ള ക്വസ്റ്റ്യൻ അല്ല കേട്ടോ. ചില ആളുകൾ വിചാരിക്കും ഈ ക്വസ്റ്റ്യൻ തെറ്റുണ്ടാവുന്നത്. ശരിക്കും പറഞ്ഞ ക്വസ്റ്റ്യൻസ് തെറ്റുള്ള ക്വസ്റ്റ്യൻസ് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തെറ്റുള്ളതില്ല. ഓക്കെ, സോ ഇതായിരുന്നു സെക്ഷൻ. ഓക്കെ, എടാ ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും sin x അല്ലെ. ഇപ്പൊ നമുക്ക് ഇങ്ങനെയല്ല ക്വസ്റ്റ്യൻ ഉള്ളത്. വന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാണ് sin 3x - sin x ആണ്. ഓക്കെ, എടാ നിങ്ങൾ ചെയ്യുക sin x - sin y യിലാണ് ചെയ്യുക കേട്ടോ. sin x - sin y എന്ന് പറയുന്ന ഫോർമുല അപ്ലൈ ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക, കട്ടടിച്ച് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഓക്കെ, ആ ആൻസർ ആർട്ടിസിലോട്ട് എത്തും. എടാ ഇനി ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പല ആളുകൾക്കും ടഫ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും, എനിക്ക് ഷുവർ ആണ്. കാരണം ഇത് ടെക്സ്റ്റ് ബുക്കിലൊന്നും അങ്ങനെ പറയാണ്ട് പോയൊരു ക്വസ്റ്റ്യൻ ആണ്. tan θ = 1/2, അതുപോലെ തന്നെ tan phi = 1/3, then show that θ + phi = 1/4 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. ആക്ച്വലി ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം ഇത് എവിടെ എല്ലാവർക്കും പ്രശ്നം വന്നത് എന്താ വെച്ചാല് ഇത് എങ്ങനെ വന്നതെന്ന് മനസ്സിലായില്ല എന്നുള്ളതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? ഇവിടെ പ്ലസ് ആണ്. ഇത് പ്ലസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ tan x ഇതിലെ ഏറ്റവും വലിയ ഡിഫിക്കൽട്ട് വന്നത് കുട്ടികൾക്ക് ഇത് മനസ്സിലായി പോയില്ല. അതായത് tan x + tan y എല്ലാവർക്കും അറിയായിരുന്നു അല്ലെ, എല്ലാവരും പഠിച്ച ഇക്വേഷൻ ആണ് tan x + tan y. എന്താ tan x + tan y 1 - tan x × tan y എല്ലാവർക്കും ഓർമ്മ ഉണ്ടാ. പക്ഷെ ഇവിടെ നമുക്ക് എന്താക്കണം, ഇത് തീറ്റ ആക്കണം, ഇത് ഫൈ ആക്കണം എന്ന് മാത്രമേ പ്രശ്നം ഉണ്ടാക്കണം. ഇത് അറിഞ്ഞാൽ പ്രശ്നം തീർന്നിരുന്നു. തീറ്റ പ്ലസ് എന്താണ് tan phi / 1 - tan θ × എന്തോടാ tan phi. ഒബ്വിയസ്ലി നമുക്ക് ഇതിലെ തീറ്റയും tan θ ഒക്കെ ഓൾറെഡി വാല്യൂ ഉണ്ട്. എത്രയാണ് 1/2 ആണ്. tan phi എത്രയാടാ 1/3 ആണ്. 1 - 1/2 × 1/3. സോ ഒബ്വിയസ്ലി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3 × 2/6 ആണ്. all by 1 - 1/6 ആണ്. സോ ഇവിടെ ഓട്ടോമാറ്റിക് ഇങ്ങനെ ഇറങ്ങി വരും അല്ലെ, θ + phi ഇങ്ങനെ ഇറക്കി വരും. ഓക്കെ, സോ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്ത് കിട്ടിയായിരുന്നേ, tan, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്, tan θ + phi = നമുക്ക് എന്ത് കിട്ടേണ്ട 5/6. താഴെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടുക 5/6. 5/6 കട്ടാക്കി കഴിഞ്ഞാൽ tan θ + phi ആണ് കിട്ടുക. ദാറ്റ് ഈസ് 1. തീറ്റ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം θ + phi = tan 1. ഈ tan 1 വരുമ്പോഴാണ് കുറെ പേർക്ക് പേടി വന്നിട്ടുണ്ടാവുക. കാരണം tan 1 എന്ന് പറയുന്നത് ആക്ച്വലി ഒരു +2 വരുന്ന ഇൻവേഴ്സ് ട്രിഗണോമെട്രി ആണ്. അപ്പൊ അതിനെ കുറിച്ച് പറയാൻ പറ്റില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മാർക്ക് തരുമെന്ന് അറിയില്ല. ഞാൻ ഓവറോൾ അത് അവസാനം പറയാം കേട്ടോ. ഈ tan 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ tan അങ്ങോട്ട് പറഞ്ഞാൽ tan 1 ആണ്. tan 1 ആണ് ആക്ച്വലി π/4. ഇത് +2 പഠിപ്പിക്കുന്നത്. സിലബസ് ഫ്രം +2 ആണ്. സോ θ + phi = π/4 ആണ്. നോക്കാം, നമുക്ക് അവസാനം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും 1 ആണ് ഈ ആൻസർ. നമുക്ക് ഈസി ആയിട്ട് θ + phi എന്ന് പറഞ്ഞാൽ പ്രൂവ് ചെയ്യാൻ പറ്റും. tan 1 ആദ്യമായിട്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. tan π/4 ആണ്. tan 1 എന്താണ് π/4 ആണ്. ഓക്കെ, അത് നിങ്ങൾ +2 ഇൻവേഴ്സ് ട്രിഗണോമെട്രി ടോപ്പിക്കിലാണ്, ഫസ്റ്റ് പ്രിൻസിപ്പൽ മെത്തേഡ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻ കിട്ടുമായിരിക്കും. ഓക്കെ, നമുക്ക് എന്തായാലും അത് അവസാനം ഓവറോൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ അതിന്റെ ആൻസർ അങ്ങനെയാടാ. ഇനി അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ടേം ഓഫ് GP 2, 8, 32 etc 3, 2, 6, 7. എടാ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഓൾറെഡി കുട്ടികൾ ചെയ്തിട്ടുണ്ടാവും. 1, 3 എനിക്ക് തോന്നുന്നു 1072 എന്ന് പറയുന്ന സാധനമാണ്. സെയിം ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു. അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും ഇത് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ. ഇതിൽ നമുക്ക് എന്താ വളരെ സിമ്പിൾ ആണ്. nth ടേം എന്താണ്, nth ടേം 32768 ആണ് അല്ലെ. ഇത് GP ആണ്. GP-യിൽ nth ടേം കാണാനുള്ള ഫോർമുല എല്ലാവർക്കും അറിയാം, a × r⁻n - 1 എന്നാണ് അല്ലെ. അത് എത്രയാണെന്ന് അറിയാം, 32768 ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ a എത്രയാണ്, ഫസ്റ്റ് ടേം ആണ് 2 ആണ്. r എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ആണ് അല്ലെ. 8/2 ചെയ്താൽ 4 ആണ്. ദാറ്റ് ഈസ് 6. സോ 4n - 1 32768 അല്ലെ. അപ്പൊ 4n - 1 നിർത്തി കഴിഞ്ഞാൽ 32768/2 ഇങ്ങോട്ട് വരും. സോ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കാൽക്കുലേറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആൻസർ 16384 എന്ന് കിട്ടിയിരുന്നു. ഓക്കെ, എടാ ഈ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 4 കണ്ടാൽ തന്നെ എഴുതാം. എന്ത് ചെയ്യാം, 4 കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാ ചെയ്യേണ്ടത്, നമ്മൾ സിംപ്ലിഫൈ ചെയ്യേണ്ടത് എങ്ങനെയായിരുന്നു, 16384 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് വരികയാണ് വേണ്ടത്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 4096 കിട്ടും. വീണ്ടും കാൽക്കുലേറ്ററിൽ 4 കൊടുക്കാം. അപ്പൊ എത്ര കിട്ടും, 1024 കിട്ടും. വീണ്ടും 4 കൊടുക്കുക. സോ 1000
സോറി 1000 അല്ല 256 കിട്ടും. എഗെയിൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 64 കിട്ടും. എഗെയിൻ 4 കൊണ്ട് തിരിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും? 16 കിട്ടും. എഗെയിൻ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 4 16, എഗെയിൻ 4 1. സോ 1 2 3 4 5 6 7 അല്ലേ? സോ എഗെയിൻ 4 1 2 4 6. സോ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും n എത്രയാടാ? n 9 ആണ് കിട്ടുക. 4:5 ആയിട്ടാണ് കിട്ടുക. നമ്മൾ നോക്കണം. 16 34 4000 16 34 40 96 കറക്റ്റ് അല്ലേ? 40 90 1024 ആണ്. 256 ഇതാക്കി 60 കറക്റ്റ് അല്ലേ സാർ ചെയ്ത്? 64 16 4 1. ഓക്കെ, 1 2 3 4 5 6 7. അപ്പൊ 4:7 ഈക്വൽ ടു 4:n-1. സോ n-1 ഈക്വൽ ടു 7. സോ n ഈക്വൽ ടു -1 കൊണ്ടുപോയ +1, n ഈക്വൽ ടു 8. 8 ആണോ 9 ആണോ ഒന്ന് ചെക്ക് ചെയ്യട്ടോ കൃത്യമായിട്ട്. ഇനി നമുക്ക് AR⁻n-1 തട്ടി കൊടുക്കാം. അതിൽ കൊടുത്താൽ കിട്ടും ആൻസർ. ഇപ്പൊ ആൻസർ വെരിഫൈ ചെയ്യാനൊക്കെ പറ്റും. 2 × 4⁻n-1 7-1. 2 × 4⁻7-1 സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ സോറി ഇടാ മോനെ, 32,768. സാറിന് ചെറിയ മിസ്റ്റേക്ക് പറ്റി. 32,768 എന്നല്ലേ, ഒരു 4 കൂടെ വരും. ഓക്കെ സാറ് വീഡിയോ കട്ട് ചെയ്യുന്നൊന്നുമില്ല. എടാ ഒരു 4 ഇവിടെ 32 എഴുതാൻ മറന്നു പോടാ സാറ്. വീഡിയോ കട്ട് ചെയ്യുന്നില്ല. 32 കട്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഓക്കെ 4. സോ ടോട്ടൽ എത്ര ഉണ്ടാ? 2⁸ ആണ് ഇവിടെ വരിക കേട്ടാ. 2⁸ ആണ് മക്കളെ വരിക. അതായത് n-1 എന്ന് പറഞ്ഞാൽ 2⁸ ആടാ. ഒരിക്കലും പേടിക്കണ്ട. n-1ന്റെ ആൻസർ എന്താടാ? 4⁸. അല്ലെ, n-1ന്റെ ആൻസർ 8 ആണ്. n ഈക്വൽ ടു 9 ആണ്. കറക്റ്റ് ആൻസർ ആണ്. n കറക്റ്റ് ആണ് 9 ആണ്. ഒരു ഡൗട്ടും ഇല്ല. n കറക്റ്റ് 9 ആണ് കേട്ടാ. സാർ 32 സ്റ്റാർട്ട് ചെയ്യാത്താണ് മിസ്റ്റേക്ക് പറ്റിയത് കേട്ടാ. ഒരെണ്ണം കൗണ്ട് ചെയ്യാൻ പോയി. ഓക്കെ, ഈ കട്ട് ചെയ്യുന്നൊന്നുമില്ല. കറക്റ്റ് ആൻസർ നിങ്ങൾ സെറ്റ് ആയിക്കോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The sum of 3 term of GB is 14. Sum of next term is 112. Find the common ratio first term. അല്ലേ എല്ലാവർക്കും? കാരണം ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പോയിട്ട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്തതായിട്ട് വരുന്നു അല്ലെ. ദ സം ഓഫ് ഫസ്റ്റ് 3 term of GB എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ശരിക്കും അല്ലെ. നിങ്ങൾ നോക്കിയത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. നല്ലപോലെ ചെയ്യുന്ന ഒരു കുട്ടിക്ക് എളുപ്പമായിരുന്നു. കാരണം ഫസ്റ്റ് 3 term of GB എന്ന് പറഞ്ഞാൽ A1 സം അല്ലേ, സെക്കൻഡ് പ്ലസ് A3. സമ്മിന്റെ 3 ടേം എത്രയാണ്? 14 ആണ്. സം ഓഫ് നെക്സ്റ്റ് 3 ടേം ഒബ്വിയസ്ലി എന്താണ്? A4 A5 A6 എത്രയാടാ? 1 1 12 എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദി കോമൺ റേഷ്യോ അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. സോ നിങ്ങൾ നോക്കുക, ഇതിൽ നിന്ന് നമുക്ക് ജനറലി നമുക്ക് എന്ത് ചെയ്യണം? an-ന്റെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. an-ന്റെ ഇക്വേഷൻ എന്താ? a × r⁻n-1 ആണ്. എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ ആണ് അല്ലെ. സോ നിങ്ങൾ ഫസ്റ്റ് കേസിൽ നമുക്ക് അറിയാം. ഫസ്റ്റ് ടൈം ജനറലി നമ്മൾ ഇവിടെ കൊടുക്കാം എന്ത്? A1 എന്ന് പറഞ്ഞാൽ A ആടാ. രണ്ടാമത്തെ ടൈമിന് AR എന്ന് പറയാം. മൂന്നാമത്തെ ടൈമിന് AR² എന്ന് പറയാം. നിങ്ങൾക്ക് അറിയുന്നതാണ് AR AR² അങ്ങനെയാണ് ഇത് പോവാ. ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈം തേർഡ്. സോ ഈക്വൽ ടു 14. സോ എല്ലാത്തിലും കോമൺ A 1 സൈഡ് എടുത്തു കഴിഞ്ഞാൽ a × 1 ആണ് A അല്ലെ. 1 + r² ഇങ്ങനെ കിട്ടും. ഈക്വൽ ടു 14. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചോ. ഇനി അതേപോലെ തന്നെ സെക്കൻഡ് കേസിൽ ഈ ഇക്വേഷൻ റീപ്ലേസ് ചെയ്യുമ്പോൾ A4 മൂന്നാമത്തെ ടൈമിന് എന്ത് പറയാം? AR³ പറയാം അല്ലെ. AR⁵ എന്ന് പറയാം. AR�6 എത്രയാടാ? 112. സോ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിൽ നിന്നും മാക്സിമം കോമൺ പുറത്തെടുക്കാം. ദാറ്റ് ഈസ് AR³ ആണ് കോമൺ. 1 + AR³ പോയി കഴിഞ്ഞാൽ എന്താണല്ലോ? r² + r³ ഈക്വൽ ടു എത്ര കിട്ടടാ? സോറി r² അല്ലെ. 3 പോയ 4 5 അല്ലെ. ഇവിടെ 3 പോയി കഴിഞ്ഞാൽ 2 വരില്ലേ. ഇവിടെ ഞാൻ എഴുതി തെറ്റിയാ. 3 4 ഇവിടെ 5. ശരി. സോ 3 വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ r ഇവിടെ എന്തോടാ? r² അല്ലെ. 1 + r+r² ഈക്വൽ ടു എന്തോടാ? 1 1 12. സ്പീഡ് കൂടി കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? ജസ്റ്റ് ഡിവൈഡ് ചെയ്യാം. 2/1 ചെയ്യാം. ജസ്റ്റ് 2/1 ചെയ്യാ എന്നുള്ളതായിരുന്നു. 2/1 അല്ലെങ്കിൽ 1/2 എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോ കേട്ടാ. 2/1 ചെയ്യാം. ഇതാണ് 2 എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്പർ. കാരണം വലുത് 2 അല്ലേ, ചെറുതല്ലേ. അപ്പൊ 2/1 ചെയ്തോ. അപ്പൊ അങ്ങനെ 2/1 നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ LHS ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറയാം മക്കളെ? AR³ 1 + r + r² ഓൾ ഡിവൈഡ് ബൈ 1ന്റെ LHS a × 1 + r + r² ഈക്വൽ ടു 112/24. ഓക്കെ, ടും. സോ r³ ഈക്വൽ ടു 112/24 ചെയ്ത് എത്രടാ? 8 അല്ലേ കിട്ടുന്നത്. സോ 2³ അല്ലേ. 2³ അല്ലേ r³. therefore r ഈക്വൽ എത്രടാ? r ഈക്വൽ ടു 2. r കിട്ടാനുള്ള ബുദ്ധിമുട്ടായിരുന്നു ഇതൊക്കെ.
ഓക്കെ. സോ നിങ്ങൾ നോക്കുക, സം ഓഫ് 3 ടേം, ഫൈൻഡ് ദി കോമൺ റേഷ്യോ. 6 കിട്ടി 2. ഫസ്റ്റ് ടേം a ആണ്, അവൈലബിൾ ആണ്. ആൻഡ് സം ഓഫ് ഫസ്റ്റ് n ടേം ഓഫ് gp, അത് വളരെ സിമ്പിൾ ആണ്. n ടേം ഓഫ് gp കാണാൻ എന്ത് ചെയ്യാ, ഫൈൻഡ് ദി sum, സം കാണാൻ sn ന്റെ ഫോർമുല എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. a into r power n minus 1 by അല്ലെ r power n minus 1 by അല്ലെ sn ന്റെ ഫോർമുല എന്താ, a into r power n minus 1 by r minus 1. സ്പീഡ് കൂടുമ്പോൾ തട്ടായി പോകും. ഓക്കെ. സോ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുക ചുമ്മാ sn എന്ന് മതി. a എന്ന് പറഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വാല്യൂ a വാട്ട് ഈസ് a ഫസ്റ്റ് ടൈം അല്ലേ. ഇപ്പൊ a കിട്ടിയ, ഇപ്പൊ നമുക്ക് എന്താ കിട്ടി, 6 കിട്ടി അല്ലേ. സോ a കിട്ടാൻ എന്ത് ചെയ്യണം, a കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം, ഇക്വേഷൻ നമ്പർ 1 പോകണം അല്ലെ. 6 ഇപ്പൊ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പൊ ഇക്വേഷൻ നമ്പർ 1 തന്നെ പോകണം. അപ്പോഴേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, 6 കിട്ടുള്ളൂ. സോ a കിട്ടാൻ 1 പ്ലസ് 6 കിട്ടി എത്രയാണ്, 2 ആണ്. 2 പ്ലസ് 2 സ്ക്വയർ ആണ് ഈക്വൽ ടു. സോ നിങ്ങൾ ഇക്വേഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ f of x ന്റെ ഇക്വേഷൻ എന്താ, f of x എന്ന് പറഞ്ഞാൽ 1/x ആണ്. അതുപോലെ f of x plus h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/x plus h ആണ്. ഓക്കെ. ഇക്വേഷൻ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ -1/x² എന്നാണ് ആൻസർ കിട്ടുക കേട്ടാ. ഫസ്റ്റ് പ്രിൻസിപ്പൽ മെത്തേഡ് അറിയില്ലേ, ഇക്വേഷൻ നിങ്ങൾക്കറിയാം. സോ -1/x² ആണ് ആൻസർ കിട്ടുക. എടാ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഇത് കോഷ്യൻ റൂൾ ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. u/v മെത്തേഡിലാണ് കോഷ്യൻ റൂൾ ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. താഴെ v² ആണ്, vu' minus uv' എന്ന് പറയുന്ന ഫോർമുല അപ്ലൈ ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. സോ ഫൈൻഡ് ദി മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഓഫ് ദി ഫോളോയിങ് ഡാറ്റ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഇല്ലേ, ആ ക്വസ്റ്റ്യൻ നോക്കിയോക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സോ അതിന്റെ മീന്റെ ആൻസർ മാത്രം ഞാൻ എഴുതാടാ. x ബാർ ഈക്വൽ ടു 10 ആണ് കിട്ടുക, md ഈക്വൽ ടു നിങ്ങൾക്ക് കിട്ടുക 3 ആണ്. ഇതൊക്കെ ഓൾറെഡി ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അവസാന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നിങ്ങൾ എല്ലാവരും ചെയ്ത് കാണണം വേരിയൻസിന്റെ ഇക്വേഷൻ, കാരണം ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ച ക്വസ്റ്റ്യൻ ആയിരിക്കും എല്ലാവരും. സോ അതിന്റെ ആൻസർ നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. സോ ഇനി അതൊന്നല്ലടാ നമ്മൾ നോക്കുന്നത്. ഇതിലിപ്പോ ഓവറോൾ പ്രോബ്ലം എന്താ വെച്ചാൽ, നിങ്ങൾ മക്കളെ ശ്രദ്ധിക്കും മക്കളെ, പെട്ടെന്ന് സാർ പറഞ്ഞു നിർത്താം. ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഈസി അല്ല, ഞാൻ ഉറപ്പ് പറയാം. ക്വസ്റ്റ്യൻ പേപ്പർ ഈസി അല്ല. മിഡിലാണോ ചോദിച്ചാൽ മിഡിലുമല്ല എന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായ? മിഡിലായിരിക്കും മാർക്ക് അയച്ചാൽ ഏറ്റവും നന്നായി പ്രിപ്പയർ ചെയ്ത ഒരു കുട്ടിക്ക് എന്തായിരിക്കും, ഒരു മിഡിൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടാവും ആ കുട്ടിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ആ കുട്ടിക്ക് മിഡിലായിരിക്കും. വളരെ ബിലോ ആവറേജ് അല്ലെങ്കിൽ ആവറേജ് സ്റ്റുഡന്റിനെ സംബന്ധിച്ച്, സാധാരണ ഒരു 60-70% കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ചെറിയൊരു ഡിഫിക്കൽട്ട് ആയിരിക്കും എന്ന് ഞാൻ ഉറപ്പ് പറയാം. കാരണം ഇതിലെ കുറെ ക്വസ്റ്റ്യൻസുകൾ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതേ മോഡൽ ഉണ്ട്. എല്ലാ ക്വസ്റ്റ്യനും എല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരു 10% ക്വസ്റ്റ്യൻസ് പുതിയ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെയാണ്. അതായത് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരു സ്കിൽ ഉണ്ടായാൽ മതി. +1 നന്നായി പഠിച്ചിരിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു സ്കിൽ ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് ആ സോൾവ് ചെയ്യാൻ പറ്റേണ്ടതാണ്. പക്ഷെ മോഡറേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ പറയുന്നത് ഡിഫിക്കൽട്ട് ആണ് എന്നാണ്. എന്റെ അവസാന കാര്യം അതാണ് പറഞ്ഞത്, ഡിഫിക്കൽട്ട് ആണ് എന്നാണ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ പറയുന്നത്. പക്ഷെ ആർക്ക് ഡിഫിക്കൽട്ട് അല്ല, നന്നായി പഠിക്കുന്ന ഒരു കുട്ടിക്ക് എന്തല്ല, അത് പക്ക ഡിഫിക്കൽട്ട് അല്ല, ഒരു മിഡിൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. എന്നാൽ ഒരു ഏവറേജ്, ബിലോ ഏവറേജ്, ക്രാഷ് പോലത്തെ കുട്ടികളൊക്കെ ഉണ്ടാവും, ക്രാഷ് ഒക്കെ അറ്റൻഡ് ചെയ്ത കുട്ടികളുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടി ടാസ്ക് ആണ്. ഞാൻ ഫുൾ മാർക്കിന്റെ കേസിലാണ് പറയുന്നത് കേട്ടോ. ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക, അവസാന സമയത്ത് പഠിച്ച് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിച്ച കുട്ടികൾക്കെല്ലാം ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്തായിരിക്കും, ഡിഫിക്കൽട്ട് ആവും. അല്ലാത്ത കുട്ടികൾക്ക് ഒരു കുഴപ്പമില്ല, ഒരു മിഡിൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 60-60 കിട്ടുമോ എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പ് സ്റ്റുഡൻസിന് വരെ ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും, ഏതോ ക്വസ്റ്റ്യൻ ഒക്കെ ഞാൻ എഴുതിയത് തെറ്റിയോ എന്നുള്ളത്. സോ ഇതാണ് എന്റെ ഓവറോൾ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമന്റ്സ് താഴെ രേഖപ്പെടുത്തുക. എല്ലാവരും കമന്റ്സ് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഷെയർ ചെയ്യുക. നാളെ മുതൽ നമുക്ക് ഫിസിക്സിന്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ ആളുകളും ഫിസിക്സിന്റെ ക്ലാസ്സുകൾ ജോയിൻ ചെയ്യണം. എല്ലാ ചാപ്റ്റേഴ്സും പരമാവധി എന്നെ കൊണ്ട് വരുന്ന എല്ലാ ചാപ്റ്റേഴ്സും ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യടാ, മീൻസ് ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യും, നമ്മൾ മാത്സ് ബി എന്ന് പറയുന്ന ചാനൽ ഡിസ്കസ് ചെയ്യും. ഓക്കേടാ, ടെൻഷൻ വേണ്ടടാ, വിട്ടുകള. അടുത്ത എക്സാമിന് എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. എന്തായാലും ഒരു ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ടല്ലോ. സോ ഇമ്പ്രൂവ്മെന്റ് നമുക്ക് റിസ്ക് ആണ്, എന്നാലും പറയാണ്, ഇനി അതിനെ കുറിച്ച് ടെൻഷൻ